ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിരിക്കും. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ഈ അധ്യായത്തിൽ ടോട്ടൽ 71 വാക്യങ്ങളാണുള്ളത്. കമ്പാരിറ്റീവ്ലി ഇത്തിരി വലിയൊരു അധ്യായമാണ് 22-ാമത്തെ അധ്യായം. അതുകൂടാതെ 11 ഹെഡിങ്സ് ആണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ ഹെഡിങ് യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. 4 സുവിശേഷകരും റെഫറൻസ് കൊടുത്തിട്ടുള്ളൊരു ഭാഗം കൂടിയാണിത്. മത്തായി, മാർക്കോസ്, യോഹന്നാൻ, ലൂക്കാ സുവിശേഷകൻ 4 പേരിലും നമുക്ക് ഈ റെഫറൻസ് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഹെഡിങ് ആണ് ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. വീണ്ടും മറ്റു 3 സുവിശേഷകരും കൂടി ഇതിന് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ മത്തായി, മാർക്കോസ്, യോഹന്നാൻ, ലൂക്ക 4 പേരും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഹെഡിങ് ആണ് പുതിയ ഉടമ്പടി. അത് 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. അത് മത്തായിയുടെ സുവിശേഷത്തിലും മാർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിന് പുറമെ ഈ 2 സുവിശേഷകർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പുതിയ ഉടമ്പടി എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് ലേഖിത് പറഞ്ഞിട്ടുണ്ട്. അപ്പം മത്തായി, മാർക്കോസ്, കൊറിന്തോസ്, 1 കൊറിന്തോസ് കേട്ടോ. അടുത്ത ഹെഡിങ് 4-ാമത്തെ ഹെഡിങ് ആണ് ആരാണ് വലിയവൻ. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അത് ലൂക്കാ സുവിശേഷകൻ കൂടാതെ മത്തായിയിലും മാർക്കോസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5-ാമത്തെ ഹെഡിങ് ആണ് പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. അത് 4 വാക്യങ്ങളാണ് ആ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. 31, 32, 33, 34. അടുത്ത ഹെഡിങ് ആയിട്ടുള്ള പണവും വാളും കരുതുക. അതിലും ഇതുപോലെ 4 വാക്യങ്ങളാണുള്ളത്. ആദ്യത്തേതിൽ 31, 32, 33, 34 ആണെങ്കിൽ പണവും വാളും കരുതുക എന്നുള്ളതിൽ 35, 36, 37, 38 വാക്യങ്ങളാണ്. 4 വാക്യങ്ങളാണുള്ളത്. പത്രോസ് ഗുരുവിനെ നിഷേധിക്കും എന്നുള്ളത് ലൂക്കാ സുവിശേഷകന് പുറമെ മറ്റ് 3 സുവിശേഷകരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിലും മാർക്കോസിലും യോഹന്നാനിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് ലൂക്കാ സുവിശേഷത്തിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. 7-ാമത്തെ ഹെഡിങ് ആണ് ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു. അത് 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിലും മാർക്കോസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ഹെഡിങ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ്. അടുത്തത് പത്രോസ് തള്ളി പറയുന്നു. 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിനെ പരിഹസിക്കുന്നു. 63, 64, 65 3 വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളൂ. ആൻഡ് ലാസ്റ്റ് 11-ാമത്തെ ഹെഡിങ് ആയിട്ടുള്ള ന്യായാധിപ സംഘത്തിൻ്റെ മുൻപാകെ 66 മുതൽ 71 വരെയുള്ള വാക്യങ്ങൾ. ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന 4 ഹെഡിങ്സും മറ്റ് 3 സുവിശേഷകരും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മത്തായി, മാർക്കോസ്, യോഹന്നാൻ ലാസ്റ്റ് കാണുന്ന 4 സുവിശേഷകരും രേഖപ്പെടുത്തിയിട്ടുള്ള വചനഭാഗങ്ങളാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വാക്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ ഈശോ മരിക്കുന്നതിന് തലേ ദിവസം രാത്രി പെസഹ തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് പെസഹ ആചരിക്കുന്നത് മുതൽ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്നത് വരെയാണ്. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യൂദാസ് ഒറ്റിക്കൊടുക്കുന്നുണ്ട്. അതുവഴി ജനപ്രമാണികൾ വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ വിചാരണ നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പത്രോസ് തള്ളി പറയുന്നുണ്ട്. പിന്നീടും വിചാരണയ്ക്ക് ന്യായാധിപ സംഘത്തിന് മുന്നിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള മൊമെൻറ്റ്, യേശുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റ് വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ കാണിക്കുന്ന ഭാഗം കൂടിയാണ് ഈ 22-ാമത്തെ അധ്യായം. അതിലൊന്നാമത്തെ ഹെഡിങ് ആണ് യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന. ഒരു കൂട്ടം ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ യേശുവിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യമാണ് ഈ 1-ാമത്തെ ഹെഡിങ്ങിന് കീഴിലായിട്ട് പറയുന്നത്. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. 1-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അടുത്തു. അപ്പോൾ ഒരു പെർട്ടിക്കുലർ തിരുനാളിനെ കുറിച്ചിട്ടാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്. പെസഹ എന്നാണ് ആ തിരുനാൾ അറിയപ്പെടുന്നത്. അപ്പോൾ യഹൂദർ ആചരിച്ചിരുന്ന ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു തിരുനാളാണ് പെസഹ. പെസഹ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ. അതാണ് അവർ ഈ പെസഹ ആചരിക്കുന്നത് വഴിയായിട്ട്
നടത്തിക്കൊണ്ടു പോകുന്നത്. എന്താണ്? ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിൻ്റെ, സ്വതന്ത്രമായതിൻ്റെ ഓർമ്മയാണ് അവർ പെസഹായായിട്ട് ആചരിക്കുന്നത്. ഈ പെസഹായെ മറ്റൊരു പേരിലും അറിയപ്പെടാറുണ്ട്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ഈ ഒരു പെർട്ടിക്കുലർ ഫെസ്റ്റിവൽ അടുത്തിരിക്കുകയാണ് എന്ന് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മളോട് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ അടുത്തിരിക്കുന്നത് യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ്. യേശു ഭൂമിയിലേക്ക് വന്ന ദൗത്യത്തിൻ്റെ അവസാനത്തെ നാളുകൾ അടുത്തിരിക്കുന്നു. ഇനി വെരി നെക്സ്റ്റ് മൊമെൻറ്റ്, ഈ പെസഹ ആചരിച്ചു കഴിഞ്ഞാൽ അടുത്ത മൊമെൻറ്റിൽ യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നുണ്ട്. അതുവഴിയായിട്ട് ജനപ്രമാണികൾ വന്ന് യേശുവിനെ ബന്ധിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ അവസാന നാളുകളിലേക്ക്, അല്ലെങ്കിൽ യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം ആരംഭിക്കുന്നു, അടുത്തിരിക്കുന്നു. ഇതാണ് ലൂക്കാസ് സുവിശേഷകൻ നമ്മോട് ഈ ഒരു വാക്യത്തിലൂടെ പറയാതെ പറഞ്ഞു വെക്കുന്നത്. രണ്ടാമത്തെ വാക്യം നമുക്ക് നോക്കാം. പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ വധിക്കാൻ, എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു, പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. ഇവിടെ രണ്ട് കാറ്റഗറി ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് പുരോഹിതന്മാരും, രണ്ട് നിയമജ്ഞരും. ഇവർക്ക് അന്നത്തെ കാലത്തിൽ യഹൂദരുടെ ഇടയിൽ വളരെയധികം ബഹുമാനമുള്ള ആളുകളായിരുന്നു. യഹൂദ നിയമങ്ങൾ വളരെ നല്ലോണം അറിയാവുന്നവരും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ അധികാരമുള്ളവരുമായിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇവർ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ജനത കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർക്ക് വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ ആരുള്ളത്? യേശു ഉള്ളത്. ഇപ്പോൾ ജനത കൂടുതലായിട്ട് ആരിലേക്കാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്? യേശുവിലേക്കാണ്. യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കും, യേശു പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിലേക്കും, യേശുവിൻ്റെ പ്രവചനത്തിലേക്കും, യേശുവിൻ്റെ അത്ഭുതത്തിലേക്കൊക്കെ ജനങ്ങളുടെ ഫോക്കസ് മാറി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒക്കെ ഇമ്പോർട്ടൻസ് പതിയെ 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 കുറയാൻ തുടങ്ങി. അങ്ങനെ യേശു ഇവരുടെ ജീവിതത്തിനൊരു വെല്ലുവിളിയായി മാറി എന്നിവർക്ക് മനസ്സിലായി. അങ്ങനെ യേശുവിനെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തെന്നാണ് ആ പ്ലാൻ? യേശുവിനെ വധിക്കണമെന്ന്, യേശുവിനെ കൊന്നുകളയണമെന്ന്, എങ്ങനെ കൊന്നുകളയാമെന്നും അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാനുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണ്? പബ്ലിക്കായിട്ട് യേശുവിനെതിരെ ഒന്നും ചെയ്യാനായിട്ട് അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവർ ജനങ്ങളെ ഭയപ്പെട്ടിരുന്നു. എന്ന് വെച്ചാൽ യേശു അത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ പോപ്പുലറായി കഴിഞ്ഞിരുന്നു. ജനങ്ങൾക്ക് അത്രമാത്രം ബഹുമാനമുള്ള ഒരാളായി യേശു മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വെച്ച് യേശുവിനെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് യേശുവിനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇവർ പേടിച്ചിരുന്നു. കാരണം യേശു ഇപ്പോൾ ചെറിയൊരു സെലിബ്രിറ്റി ആയിട്ട് ജനങ്ങളുടെ മുന്നിൽ മാറിയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം. 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെട്ടവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അപ്പോൾ ഇവരിങ്ങനെ കെണി നോക്കി നിൽക്കുവാണ്. ആര്? പുരോഹിതന്മാരും നിയമജ്ഞരും. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് സാത്താൻ്റെ ഒരു സ്വാധീനം ശിഷ്യന്മാരിൽ ഏറ്റവും ദുർബലനായിട്ടുള്ള യൂദാസിലേക്ക് വരികയാണ്. യൂദാസിനെ സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിയേക്കുവാണ്, സ്വാധീനിക്കാൻ തുടങ്ങിയേക്കുവാണ്. ഇവിടെ നോക്കിയ സാത്താൻ ദൂരെയുള്ള ഒരാളെ ഒന്നും അല്ല സെലക്ട് ചെയ്തത്. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനോ, അല്ലെങ്കിൽ യേശുവിൻ്റെ ഈ പീഡാസഹനത്തിലേക്ക് യേശുവിനെ പ്രവേശിപ്പിക്കുന്നതിലോ ഒരു പുറത്തുനിന്നുള്ള ഒരാളെ അല്ല സാത്താൻ സെലക്ട് ചെയ്തത്. യേശുവിന് ഏറ്റവും അടുത്തിരിക്കുന്ന, യേശുവിന് അത്രയും ക്ലോസ് ആയിട്ടുള്ള, യേശുവിൻ്റെ ഇന്നർ സർക്കിളിൽ നിന്നൊരാളെ സാത്താൻ സെലക്ട് ചെയ്യുകയാണ്. അതാരാണ്? 12 പേരിൽ ഒരുവനും ഏറ്റവും ദുർബലനുമായിട്ടുള്ള യൂദാസിനെ സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യാണ്, സ്വാധീനിക്കുകയാണ്. അങ്ങനെ 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് പറയുന്നത്, ഈ കരിയോത്ത എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ യൂദായുടെ ഒരു സദേൺ ഭാഗത്തായിട്ട്. കറിയോത്ത എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് താമസിച്ചത് കൊണ്ടിട്ടായിരിക്കാം നമ്മുടെ യൂദാസ് കറിയോത്ത എന്ന് വിളിക്കപ്പെടുന്നത്. ഓക്കെ, എന്ന് വിളിക്കപ്പെട്ടവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അപ്പോൾ ഇവിടെ സാത്താൻ യൂദാസിനെ സ്വാധീനിച്ചെങ്കിലും യൂദാസിൻ്റെ പ്രവൃത്തിക്ക് യൂദാസ് തന്നെയാണ് ഉത്തരവാദി. ഓക്കെ, യൂദാസ് ചെയ്ത പ്രവൃത്തിക്ക് യൂദാസ് ഒരിക്കലും ആ ഒരു ചതിയിലോ ട്രാപ്പിലോ വീഴാൻ പാടില്ലായിരുന്നു. അപ്പോൾ സാത്താൻ അത് സ്വാധീനിച്ചപ്പോൾ യൂദാസ് തൻ്റെ അതിമോഹം കൊണ്ടോ, അല്ലെങ്കിൽ യേശു മിശിഹായാണെന്ന് വിശ്വസിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ യേശുവിനോട് എന്തെങ്കിലും ഒരു നീരസം ഉണ്ടായതുകൊണ്ടോ എന്തുപറ്റി? ഈ യൂദാസ് ആ ട്രാപ്പിൽ പെടുകയാണ് സാത്താൻ്റെ. പക്ഷേ യൂദാസ് ചെയ്ത പ്രവൃത്തിക്ക് യൂദാസ് മാത്രമാണ് ഉത്തരവാദി. ഓക്കെ, അപ്പോൾ 12 പേരിൽ ഒരുവനും സ്കറിയോത്ത എന്ന് വിളിക്കപ്പെട്ടവനുമായ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. അവൻ പുരോഹിത പ്രമുഖന്മാരെയും സേനാധിപന്മാരെയും സമീപിച്ച് എങ്ങനെയാണ് യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ യൂദാസ് മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്ത്? യേശുവിനെ ഞാൻ ഒറ്റിക്കൊടുക്കും. അതുകൊണ്ടിട്ടാണല്ലോ യൂദാസ് സാത്താൻ്റെ പ്രേരണയാലാണെങ്കിൽ പോലും
അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, പുരോഹിതന്മാരുടെയും സേനാധിപന്മാരുടെയും അടുത്തേക്ക് ചെല്ലുകയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഞാൻ യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടത്, നിങ്ങൾ പ്ലാൻ ഇട്ടോളൂ, ഞാനത് അതേപടി തന്നെ എക്സിക്യൂട്ട് ചെയ്തോളാം, നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അതുപോലെ കേട്ടോളാം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ യൂദാസ് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓൾറെഡി അയാളത് ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ യേശുവിനെ ഒറ്റിക്കൊടുക്കും, ഞാനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നതെന്ന് യൂദാസ് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് ഇവരുമായിട്ട് അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആരൊക്കെയായിട്ടാണ്, പുരോഹിത പ്രമുഖന്മാരുടെ അടുത്തും സേനാധിപന്മാരുടെ അടുത്തും ചെല്ലുകയാണ്, എങ്ങനെയാണ് ഞാൻ അവനെ നിങ്ങൾക്ക് ഒറ്റിക്കൊടുക്കേണ്ടത്, ഒറ്റിത്തരേണ്ടത് എന്ന് ആലോചിച്ചു. അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാണ് നമ്മുടെ യൂദാസ്. ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, യൂദാസ് ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ പോലും ഇതൊരു ക്രൂഷ്യലായിട്ടുള്ളൊരു പാർട്ടാണ്. യേശുവിൻ്റെ ആ ഒരു ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് ഒരു ക്രൂഷ്യലായിട്ടുള്ള പാർട്ടാണ്. കാരണം ഇവിടെ നിന്നാണ് യൂദാസ് ഒറ്റിക്കൊടുക്കുന്നത് മുതലാണ് യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, യേശുവിൻ്റെ ത്യാഗങ്ങൾ തുടങ്ങുന്നത്. മനസ്സിലായോ? അപ്പോൾ യേശു യേശു തൻ്റെ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത് ഈ യൂദാസിൻ്റെ ഈ ഒരു ഒറ്റിക്കൊടുക്കലിലൂടെയാണ്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് സെലക്ട് ആകപ്പെട്ട വ്യക്തി മാത്രമാണ് യൂദാസ്. ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ യേശു അറ്റ് ലാസ്റ്റ് ക്രൂശിക്കപ്പെടുകയുള്ളൂ. എന്നാലേ യേശുവിൻ്റെ ആ ഒരു ഭൂമിയിലെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം നടക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി പ്ലാൻഡ് ആണ്. പക്ഷേ അതിലൊരു പാർട്ട് മാത്രമാണ് ആര്, യൂദാസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ജീവിതത്തിൽ യേശുവിൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ക്രൂഷ്യൽ പോയിൻ്റാണ് യൂദാസ് എടുത്ത ഈ തീരുമാനം എന്ന് പറയുന്നത്. 2, മനുഷ്യൻ്റെ ഒരു ആസ്പെക്റ്റിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള തിന്മ അല്ലെങ്കിൽ മറ്റുള്ളവരെ വഞ്ചിക്കാനായിട്ടുള്ള ഒരു ത്വര, അതെപ്പോഴും ഹ്യൂമൻ കപ്പാസിറ്റിയാണ്, ഒരു മാനുഷികമായിട്ടുള്ളൊരു കാര്യമാണ് തിന്മ അല്ലെങ്കിൽ വഞ്ചന എന്നൊക്കെ പറയുന്നത്. അത് യൂദാസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 എന്താണ്, ഇതെല്ലാം യേശുവിനറിയാം, യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് യേശുവിന് നല്ലോണം അറിയാം. എങ്കിൽ പോലും ഈശോ അതിൽ നിന്നൊന്നും പിന്മാറി ഒളിച്ചോടി പോകുന്നില്ല. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് പൂർത്തിയാകപ്പെടേണ്ടതെന്ന് യേശുവിന് നല്ല ബോധ്യം ഉള്ളിലുണ്ടായിരുന്നു. യേശു അത് സ്വമേധയാ ഏറ്റെടുക്കുകയാണ്. ഭൂമിയുടെ പാപത്തിന് വേണ്ടിയിട്ട് യേശു തന്നെ ത്യജിക്കുകയാണ്, തന്നെ ക്രൂശിക്കപ്പെടാനായിട്ട് വിട്ടുകൊടുക്കുകയാണ്. യേശു അതിൽ നിന്ന് ഓടിപ്പോകുകയോ പിന്മാറുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ 3 കാര്യങ്ങൾ നമ്മളിവിടെ ഓർത്തിരിക്കണം. 5-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവർ സന്തോഷിച്ച് അവർ പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അപ്പോൾ എന്താണ്, പ്രധാന പുരോഹിതന്മാർക്കും സേനാധിപന്മാർക്കും വളരെ സന്തോഷമായി. കാരണം എന്താണ്, അവർ പ്ലാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് അല്ലേ, എങ്ങനെയാണ് യേശുവിനെ വധിക്കാൻ സാധിക്കുക, പബ്ലിക്കായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ പ്ലാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആള് നമ്മളുടെ അടുത്തേക്ക് വരികയാണ്, ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്, ഞാൻ ഒറ്റിത്തരാമെന്നും പറഞ്ഞ്. അപ്പോൾ ഇവർക്ക് ഡബിൾ ഹാപ്പിയായി. കാരണം ഇവരായിട്ട് ഇനി ഒരു പ്ലാൻ ഉണ്ടാക്കണ്ട, ഓൾറെഡി ഇവൻ ഇനി ഒറ്റിക്കൊടുക്കും, നമ്മൾ ആൾക്കാരായിട്ട് നിന്ന് കൊടുത്താൽ മതി എന്നിവർക്ക് മനസ്സിലായി. ഇവർ അത്യധികം എന്ത് ചെയ്തു, സന്തോഷിച്ചു. പ്രധാന പുരോഹിതന്മാരും ഈ സേനാപതികളും സന്തോഷിച്ചു. എന്നിട്ട് നമ്മുടെ യൂദാസിന് പണം കൊടുക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഏത് രീതി ആയിക്കോട്ടെ കുഴപ്പമില്ല, പണം കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രമേ, ഏതൊരു മീൻസിലും യേശുവിനെ അവർക്ക് കിട്ടണം, യേശുവിനെ കൊല്ലാനായിട്ട് അവരുടെ കയ്യിലേക്ക് കിട്ടണം. അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതുകൊണ്ടിട്ടാണ് യൂദാസിന് പണം കൊടുക്കാമെന്നും ഇവർ വാഗ്ദാനം ചെയ്തത്, പ്രധാന പുരോഹിതന്മാരും സേനാപതികളും വാഗ്ദാനം ചെയ്തത്. 6-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. അവൻ അവർക്ക് വാക്ക് കൊടുത്തു. ആരാണ്, യൂദാസ് നമ്മുടെ ഈ സേനാപതികൾക്കും പ്രധാന പുരോഹിതന്മാർക്കും വാക്ക് കൊടുത്തു. എന്താണ്, ജനക്കൂട്ടമില്ലാത്തപ്പോൾ അവനെ ഒറ്റിക്കൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. അപ്പോൾ യൂദാസിനും പേടിയായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ അത്രമാത്രം പോപ്പുലർ ആയിട്ടുള്ള, അത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ് യേശു. അപ്പോൾ യേശുവിനെ ജനമുള്ള സമയത്ത് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് യൂദാസിന് അറിയാം. അപ്പോൾ യൂദാസ് ഈ ഒറ്റിക്കൊടുക്കാനായിട്ട് ജനമില്ലാത്തൊരു അവസരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടൈമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഇതാണ് ആദ്യത്തെ ഹെഡിങ്, യേശുവിനെ വധിക്കാൻ ഗൂഢാലോചന. 2-ാമത്തെ ഹെഡിങ് ആണ് ശിഷ്യന്മാർ പെസഹ ഒരുക്കുന്നു. 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. 7-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. അപ്പോൾ ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം അഥവാ പെസഹ എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആ ദിവസം വന്നു ചേർന്നിരിക്കുകയാണ്. പെസഹ എന്താണ്, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയായിട്ട് യഹൂദർ ആചരിച്ചിരുന്ന ഒരു ഫെസ്റ്റിവൽ അഥവാ തിരുനാളാണ് ഈ പെസഹ. ഈ പെസഹ തിരുനാളിൻ്റെ പ്രത്യേകതയാണ് അന്നത്തെ ദിവസം ഇവർ പെസഹ കുഞ്ഞാടിനെ ബലി കഴിപ്പിക്കും. ആ കുഞ്ഞാടിൻ്റെ രക്തം അതാത് വീടുകളുടെ മുന്നിലെ വാതിലിൽ ഇവർ പുരട്ടും. അതെന്തിനു വേണ്ടിയിട്ടാണ്, കർത്താവ് ഈ വഴിയിലൂടെ
പോകുമ്പോൾ ഏതൊക്കെ വീടിൻ്റെ വാതിലിലാണോ രക്തക്കറയുള്ളത് ആ വീടിനെ എല്ലാം വരാനിരിക്കുന്ന നാശത്തിൽ നിന്ന് മുക്തരാക്കും. വരാനിരിക്കുന്ന നാശത്തിൽ നിന്ന് കർത്താവ് സേഫാക്കി നിർത്തും. പക്ഷേ ഏത് വീടിൻ്റെ കട്ടിളവാതിലാണോ ഈ രക്തക്കറ ഇല്ലാത്തത് ആ വീടുകളിലെ ആളുകളെയൊക്കെ നാശത്തിന് വിട്ടുകൊടുക്കും. അത് ചിലപ്പോൾ പ്രകൃതിക്ഷോഭമായിട്ടായിരിക്കാം, പകർച്ചവ്യാധികളായിട്ടായിരിക്കാം. ഇതായിരുന്നു യഹൂദരുടെ ഒരു ട്രഡീഷൻ. ഓക്കെ, അതാണ് ഈ പറയുന്നത്. പെസഹ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ദിനം വന്നു ചേർന്നു. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. യേശു തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചിട്ട് പറഞ്ഞു. എന്തുകൊണ്ടിട്ടായിരിക്കാം 12 പേരിൽ പത്രോസിനെയും യോഹന്നാനെയും മാത്രം യേശു സെലക്ട് ചെയ്തത്? ഒരു പക്ഷേ യേശു അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി, ആ നേതൃത്വ പാഠവം മനസ്സിലാക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഡെഡിക്കേഷൻ മനസ്സിലാക്കിയിട്ടായിരിക്കാം, അതും അല്ലെങ്കിൽ യേശുവിനോട് അവർക്ക് 2 പേർക്കുമുള്ളൊരു പ്രത്യേക സ്നേഹം മനസ്സിലാക്കിയിട്ടായിരിക്കാം യേശു പത്രോസിനെയും യോഹന്നാനെയും സെലക്ട് ചെയ്യാണ് 12 പേരിൽ നിന്ന്. എന്നിട്ട് എന്താ പറയുന്നത്? അവരയക്കുന്നുണ്ട്, ഒരു സ്ഥലത്തേക്ക് അയച്ചിട്ട് പറയാണ്, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. 2 കാര്യം നമ്മൾ മനസ്സിലാക്കണം. 1, യഹൂദന്മാരുടെ നിയമങ്ങൾ അതേപടി തന്നെ നടത്തുന്നതിൽ യേശു ഒരു മടിയും കാണിച്ചിട്ടില്ല, ഒരു മുടക്കവും കാണിച്ചിട്ടില്ല. അതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. യഹൂദരുടെ നിയമം നടപ്പിലാക്കേണ്ടതിന്, അല്ലെങ്കിൽ യഹൂദരുടെ നിയമം അനുസരിച്ച് പെസഹ ആചരിക്കണം, പെസഹ കുഞ്ഞാടിന് ബലി കഴിപ്പിക്കണം. ഈ കാര്യങ്ങളൊന്നും യേശു തടസ്സം വരുത്തിയിട്ടില്ല, മുടക്കം വരുത്തിയിട്ടില്ല. 2, യേശു ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന്. അവിടെ എന്താ യേശു ഉദ്ദേശിച്ചിരിക്കുന്നത്? യേശുവും യേശുവിൻ്റെ പ്രിയപ്പെട്ട 12 ശിഷ്യന്മാരും ഒന്നിച്ച്. എന്നാൽ യേശുവിനറിയാം ഈ പെസഹ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത മൊമെൻറ്റിൽ എന്താ നടക്കാൻ പോണേന്ന് യേശുവിന് നല്ലോണം അറിയാം. യൂദാസ് ഒറ്റിക്കൊടുക്കും, പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ യൂദാസ് ഒറ്റിക്കൊടുക്കും. പിന്നീട് അവിടുന്ന് ശിഷ്യന്മാരാരും തൻ്റെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ യേശുവിനറിയാം താനും ശിഷ്യന്മാരും കൂടി നടത്താൻ പോകുന്ന ഏറ്റവും അവസാനത്തെ കൂട്ടായ്മയാണിത്. ഈ ഒരു കൂട്ടായ്മ കഴിഞ്ഞാൽ പിന്നീട് ശിഷ്യന്മാർ 4 പാടും ചെതറിപ്പോകുന്നുണ്ട് അല്ലേ? യേശുവിൻ്റെ ആ ഒരു സാക്രിഫൈസിലേക്ക്, പീഡാസഹനത്തിലേക്ക് കടക്കുന്ന സമയം മുതൽ പിന്നീട് 4 പാടും ശിഷ്യന്മാർ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ യേശുവിന് നേരത്തെ അറിയാം തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള തൻ്റെ അവസാനത്തെ കൂട്ടായ്മയാണ് ഇത്. യേശു ഇത് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പെസഹ തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ആചരിക്കണമെന്നുള്ളത്. അപ്പോൾ 2 കാര്യങ്ങളും ഓർക്കുക. യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. 9-ാമത്തെ വാക്യത്തിൽ അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ യോഹന്നാനും പത്രോസും തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? 2 കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കണം. 1, യേശുവിനെ അത്രമാത്രം അനുസരിക്കുന്ന ശിഷ്യന്മാരായിരുന്നു പത്രോസും യോഹന്നാനും. കാരണം യേശു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ അവർ ഒരു മടിയുമില്ലാതെ റെഡിയായിട്ട് നിൽക്കുകയാണ്. അതാണ് ഒന്നാമതായിട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. 2, ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏത് കാര്യം ചെയ്യുന്നതിനും അവർ യേശുവിൻ്റെ നിർദ്ദേശം ചോദിക്കുന്നുണ്ട്, യേശുവിൻ്റെ ഗൈഡൻസ് അവർ ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, അതാണ് ആദ്യം. യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, യേശു പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് യേശുവിനെ അവരനുസരിക്കുന്നുണ്ട്. 2ാമത് എന്താണ്? ഏത് കാര്യത്തിലും യേശുവിൻ്റെ നിർദ്ദേശം, ഗൈഡൻസോ ഇൻസ്ട്രക്ഷൻസോ അവർ അന്വേഷിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ഹിതം അറിയാനായിട്ടായിരുന്നു അവർ മുൻതൂക്കം കൊടുത്തിരുന്നത്. 10-ാമത്തെ വാക്യത്തിൽ യേശു അവരോട് പറയുന്നുണ്ട്, ഇതാ നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് നിങ്ങൾ അവനെ പിന്തുടരുക. കറക്റ്റായിട്ടുള്ളൊരു സിമ്പല്, സൈൻ അഥവാ ഒരു അടയാളം യേശു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ദൈവം ഇത് ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും ദൈവികമായിട്ടുള്ളൊരു അറിവും യേശുവിനുണ്ട്. തനിക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് യേശുവിനെല്ലാം മുൻകൂട്ടി അറിയാം. ഓക്കെ, അതാണ് ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള നോളജ് യേശുവിന് ആ സമയത്ത് ഉണ്ട്. ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. ദൈവം ഇതെല്ലാം മുൻപേ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യേശു കറക്റ്റായിട്ടുള്ളൊരു അടയാളം കൊടുക്കുകയാണ്. നിങ്ങൾ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും. അന്നത്തെ സമൂഹത്തിൽ അത്ര കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യമല്ല
ഈ ഒരു മനുഷ്യൻ, ഒരാൾ അല്ലെങ്കിൽ ഒരു ആണ് കുടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത്. അന്നുണ്ടായിരുന്നത് ഒരു പാട്രിയാർക്കി സൊസൈറ്റിയാണ്, ഒരു ആൺകോയ്മയുള്ളൊരു സൊസൈറ്റിയാണ്. അവിടെ പെണ്ണുങ്ങൾ ചെയ്തിരുന്ന ജോലിയായിരുന്നു ഈ വീട് സംബന്ധമായിട്ടുള്ള ജോലികൾ. അപ്പോൾ ഒരു ആണ് വെള്ളം കുടം ചുമന്നുകൊണ്ട് വരിക എന്ന് പറയുന്നത് അത്ര കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിമ്പലല്ല. പക്ഷെ ആ അടയാളം പോലും യേശു കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ദൈവം കൊടുത്ത ഒരു ദൈവികമായിട്ടുള്ളൊരു അറിവാണ് യേശു പത്രോസിനോടും യോഹന്നാനോടുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ അടയാളം നിങ്ങൾ കാണും. അവൻ എവിടെ പ്രവേശിക്കുന്നുവോ അവനെ നിങ്ങൾ പിന്തുടരുക. അപ്പോൾ യേശു ദൈവത്തിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കരുതൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിപാലനം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം അവർക്ക് പെസഹ ആചരിക്കാനായിട്ട് ദൈവം ഓൾറെഡി ഒരു സ്ഥലം വരെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ദൈവം ഓൾറെഡി ഒരു അടയാളം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്, സ്ഥലവും നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക കരുതലും പരിപാലനവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ആ വീട്ടിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനോട് നിങ്ങൾ പറയണം, ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത ഒരാളോടാണ് എവിടെയാണ് ഞങ്ങൾക്കും യേശുവിനും ശിഷ്യന്മാർക്കും രാത്രി പെസഹ ആചരിക്കാനായിട്ടുള്ള വിരുന്നുശാല എന്നാണ് ഇപ്പോൾ ശിഷ്യന്മാർ പോയി ചോദിക്കാൻ പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗുരു നിന്നോട് ചോദിക്കുന്നു എന്നുവെച്ചാൽ യേശുവിൻ്റെ ആ ഒരു അധികാരവും യേശുവിനെ അവർ ഒരു ഗുരുവായിട്ട് കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഗുരു നിന്നോട് ചോദിക്കുന്നു, എൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്. ഇത് ഗുരു ചോദിക്കുന്നതായിട്ട്, യേശു ചോദിക്കുന്നതായിട്ട് ശിഷ്യന്മാർ ഈ ഉടമസ്ഥനോട് ചോദിക്കുകയാണ്. ഓക്കെ, ആൻഡ് യേശു തന്നെ അതിന് ഉത്തരം പറയാണ്, സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുക. അപ്പോൾ എല്ലാ രീതിയിലും ഫർണിഷ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുള്ള എല്ലാ രീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാളിക മുറി, ഒരു വീടിൻ്റെ മുകളിൽ കാണുന്ന മുറി, മുകളിലത്തെ വിശാലമായിട്ടുള്ളൊരു മുറി, അവിടെ ആയിരിക്കും കൂടുതലായിട്ടുള്ള ഒത്തുചേരൽ നടക്കുന്ന സ്ഥലം, ഗ്യാതറിങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലം. ഒരുപാട് ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് ഉല്ലസിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ മാളിക മുറി. അതും വെറുമൊരു മാളിക മുറിയല്ല, സജ്ജീകൃതമായ എല്ലാ രീതിയിലും ഓക്കെ ആയിട്ടുള്ള ഫേർണിഷ്ഡ് ആയിട്ടുള്ളൊരു മാളിക മുറി കാണിച്ചു തരും, അവിടെ നിങ്ങൾ ഒരുക്കുക. അപ്പോൾ യേശു ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. എല്ലാ കാര്യങ്ങളും പ്ലാൻഡ് ആണ്. നിങ്ങൾ പോയാൽ മതി, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ കാണും, അവിടെ നിങ്ങൾ ഒരുക്കുക. എന്താ ഈ ഒരുക്കുക എന്ന് ഉദ്ദേശിക്കണേ? ഓൾറെഡി സജ്ജീകൃതമാണ്, പക്ഷേ ഒരുക്കുക എന്ന് പറയുന്നത് പെസഹായ്ക്ക് വേണ്ടിയിട്ടുള്ള പാനീയവും ഭക്ഷണവും ഒക്കെ ഒരുക്കുക, മേശയൊക്കെ സെറ്റ് ചെയ്യുക, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പെസഹ ഒരുക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ സജ്ജീകൃതമായിരിക്കും. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കണ്ടു, പെസഹ ഒരുക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ യേശുവിനെ അത്രമാത്രം അവർ വിശ്വസിച്ചിരുന്നു, യേശുവിൻ്റെ മേൽ അത്രമാത്രം ഇവർ വിശ്വാസം അർപ്പിച്ച് യേശുവിനെ അനുസരിച്ചു. അപ്പോൾ യേശു പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ഇവർ കാണുകയാണ്. അവിടെ യേശു ഇവരോട് നിർദ്ദേശിച്ച പോലെ അവർ പെസഹ ഒരുക്കുകയും ചെയ്തു. മൂന്നാമത്തെ ഹെഡിങ് ആണ് പുതിയ ഉടമ്പടി. 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഹെഡിങ്ങിന് കീഴിലുള്ളത്. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പൊസ്തലന്മാരും. അപ്പോൾ എന്താണ് സമയമായപ്പോൾ? പെസഹ വിരുന്നിൻ്റെ സമയമായപ്പോൾ അവരെല്ലാവരും ഭക്ഷണത്തിന്, യേശു ആദ്യം ഭക്ഷണത്തിനിരുന്നു, യേശു ഇരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആരും ഇരുന്നു? അപ്പൊസ്തലന്മാർ 12 ശിഷ്യന്മാരും ഇരുന്നു. ഇവരൊന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇതെന്താണ് ഇവിടെ സമയമായപ്പോൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്? പെസഹ വിരുന്നിന് സമയമായപ്പോൾ. കാരണം യേശുവിന് നല്ലോണം അറിയാം ഇത് തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള അവസാനത്തെ കൂട്ടായ്മയാണെന്നും അവസാനത്തെ അത്താഴമാണെന്നും. അപ്പോൾ അന്ത്യ അത്താഴത്തിന് സമയമായപ്പോൾ. ഇവിടെ പിന്നീട് നമ്മൾ കാണുന്നത് അന്ത്യ അത്താഴമല്ല, എന്താണ്, മറിച്ച് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്ത്യത്താഴം എന്ന് പറയുന്നതിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്കുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ. അന്ത്യത്താഴമാണ്, അത് പുതിയൊരു ഉടമ്പടിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാണ്, രൂപാന്തരപ്പെടുകയാണ്. ഓക്കെ, അതാണ് സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പൊസ്തലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. അപ്പോൾ യേശു അത്രമാത്രം ആഗ്രഹിച്ച ഒരു കാര്യമാണ് ശിഷ്യന്മാരുമായിട്ടുള്ള ഈ അവസാനത്തെ അത്താഴം എന്ന് പറയുന്നത്. എന്തിനു മുൻപുള്ള? താൻ ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തനിക്ക് വെച്ചിരിക്കുന്നത് എന്താണെന്ന് യേശുവിന് നല്ലോണം അറിയാം, പീഡാനുഭവം. അത് കഴിഞ്ഞാൽ എന്തുണ്ട്?
കുരിശുമരണവുമുണ്ട്. അപ്പോൾ പീഡാനുഭവത്തിന് മുൻപ് ശിഷ്യന്മാരായ നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. അതിനർത്ഥം ഈ ഒരു സംഭവം വളരെ സ്പെഷ്യലായിട്ടുള്ള, ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. യേശു അത് മുൻകൂട്ടി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ യേശു എന്തോ വലിയൊരു പ്ലാൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് പിന്നീട് നമ്മൾ കാണുന്ന പുതിയ ഉടമ്പടി. കാരണം വെറും അത്താഴമായിരുന്ന അതിനെ അന്ത്യത്താഴമായി, അന്ത്യത്താഴം തന്നെ എന്തായി മാറി? പുതിയ ഉടമ്പടിയായി. കാരണം എന്താണ്? അവിടെ പിന്നീട് നമ്മൾ കാണുന്നത് കുർബാന, വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ്. വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. വെറും ഒരു അത്താഴത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലേക്കുള്ള വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. അന്ത്യത്താഴത്തിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്കുള്ള വലിയൊരു ട്രാൻസ്ഫോർമേഷൻ. അതാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിത് അത്യധികം ആഗ്രഹിച്ച കാര്യമാണ്. കാരണം എനിക്ക് നിങ്ങളുമായിട്ട് വലിയൊരു മെസ്സേജ് പറയാനുണ്ട്. എനിക്ക് നിങ്ങളുമായിട്ട് കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ അത്യധികം ആഗ്രഹിച്ചു. 16-ാമത്തെ വാക്യം പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. എനിക്കിനി പെസഹ ഭക്ഷിക്കാനായിട്ട് സാധിക്കില്ല. എപ്പോൾ വരെയും? ദൈവരാജ്യത്തിൽ എൻ്റെ ഈ ശുശ്രൂഷ പൂർത്തിയാകുന്നത് വരെ. ഓക്കെ, ഞാൻ എൻ്റെ ഈ ശുശ്രൂഷ പൂർത്തിയാകുന്നത് വരെ. യേശുവിനറിയാം, യേശുവിന് മുൻപിൽ ഇനി പീഡാസഹനമുണ്ട്, മരിപ്പുണ്ട്, മരണമുണ്ട്, ഉദ്ധാനമുണ്ട്. ഇതെല്ലാം പൂർത്തിയായി ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി പെസഹ ഭക്ഷിക്കുകയില്ല. ഇത് യേശുവിൻ്റെ ലാസ്റ്റത്തെ അത്താഴമാണ്, യേശുവിൻ്റെ അവസാനത്തെ പെസഹയാണ് എന്ന് യേശു ശിഷ്യരോട് പറയാണ്. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ എന്നുദ്ദേശിക്കുന്നത് എന്താണ്? ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്താ സംഭവിക്കുന്നത്? ദൈവരാജ്യം ഭൂമിയിൽ വരും, ദൈവഭരണം ഭൂമിയിൽ വരും. ഭൂമിയിലെ എല്ലാ മുക്കിലും മൂലയിലും ദൈവത്തിൻ്റെ ഭരണം എത്തും, അല്ലേ? അതാണ് ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ. താൻ പീഡ സഹിച്ച് കുരിശുമരണം വരിച്ച് ഉദ്ധാനം ചെയ്ത് ഇതെല്ലാം ദൈവരാജ്യത്തിൽ പൂർത്തിയാകും. അതുവരെയും താൻ ഇനി എന്ത് ചെയ്യില്ല? പെസഹ ഭക്ഷിക്കുകയില്ല എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ യേശു എന്ത് ചെയ്തു? പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. എന്താ പറയുന്നത്? ആദ്യം യേശു എന്താ ചെയ്തത്? പാനപാത്രം എടുത്തിട്ട് കൃതജ്ഞതാ സ്തോത്രം, കിട്ടിയ എല്ലാ നന്മകൾക്കും എന്ത് ചെയ്തു? നന്ദി പറയാണ്. നന്ദി പറയാൻ നമ്മളെ പഠിപ്പിക്കുക കൂടി ചെയ്യാണ് കേട്ടോ. നന്ദി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ഇത് വാങ്ങി നിങ്ങൾ പങ്കുവെക്കുവിൻ. എന്താ പറഞ്ഞ ശിഷ്യന്മാരോട്? പങ്കുവെക്കുവിൻ. ഇത് വാങ്ങി നിങ്ങൾ പരസ്പരം പങ്കുവെക്കുവിൻ. ഒരു ഐക്യം ഉണ്ടാക്കാനായിട്ട് യേശു ആഗ്രഹിക്കുകയാണ്, ഒരു കൂട്ടായ്മ. ഇത് തന്നെയാണ് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത്. നമ്മൾ തമ്മിൽ പരസ്പരം ഒരു ഐക്യം വേണം, ഒരു കൂട്ടായ്മയുടെ മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അത് യേശു തന്നെ സ്ഥാപിച്ചൊരു കാര്യമാണ്, യേശു ആഗ്രഹിച്ചൊരു കാര്യമാണ്. യേശു അത്രമാത്രം ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട്, പെസഹ ആചരിക്കാനായിട്ട് ആഗ്രഹിച്ചു. എന്നിട്ട് യേശു ആദ്യം പറയുന്നത് എന്താണ്? നിങ്ങൾ പങ്കുവെക്കുവിൻ. ഓക്കെ, ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം നമ്മൾ എപ്പോഴും ഉണ്ടാവണം നമ്മളുടെ ലൈഫിൽ. അതാണ് യേശു ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. 18-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. യേശു പറയുന്നത്, ആദ്യം പറഞ്ഞ എന്താണ്? ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാൻ ഭക്ഷിക്കുകയില്ല. രണ്ടാമത് എന്താ പറയുന്നത്? ദൈവരാജ്യം വരുന്നത് വരെ. ദൈവരാജ്യം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം. അത് വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. എന്ന് വെച്ചാൽ യേശു ഇവിടെ ശിഷ്യന്മാരോട് പറയാതെ പറഞ്ഞു വെക്കുകയാണ്, ഞാൻ ഇനി ഭൂമിയിൽ അധികം നേരമില്ല. എൻ്റെ ഭൂമിയിലെ പ്രസൻസ് കഴിയാൻ പോവുകയാണ്. ഫിസിക്കലി ഉള്ള ഞാൻ ഭൂമിയിൽ നിന്ന് പോകാൻ പോവുകയാണ്. ഇനി ദൈവരാജ്യത്തിൽ അത് പൂർത്തിയായി ദൈവരാജ്യം തിരിച്ചു വരുന്നത് വരെ, യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ ഞാനിതൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുകയില്ല. പക്ഷെ ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു ഇൻ്റലിജൻസ് ശരിക്കും പറഞ്ഞാൽ അന്നേരം ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല. 19-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ അപ്പമെടുത്ത്, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഭക്ഷിക്കുകയില്ലെന്നും പാനം ചെയ്യുകയില്ലെന്നും. ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ താൻ പെസഹ ഭക്ഷിക്കുകയില്ല. അതേപോലെ തന്നെ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ചാറിൽ നിന്ന് പാനം ചെയ്യുകയുമില്ല. ഇത് പറഞ്ഞതിന് ശേഷമാണ് പുതിയ ഉടമ്പടിയിലേക്ക് യേശു കടക്കുന്നത്. അതെന്താണ്? വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലേക്ക് യേശു കടക്കുന്നത്. 19-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത് എന്താണ്? അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോൾ ആദ്യത്തെ ഭാഗം യേശു സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം അപ്പമെടുത്തു,
എന്നിട്ട് എന്ത് ചെയ്തു? കൃതജ്ഞതാ സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു, എന്നിട്ട് അത് മുറിച്ചു. അപ്പോൾ ആദ്യം അപ്പം എടുത്തു, എന്നിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു, എന്നിട്ട് മുറിച്ചു, എന്നിട്ട് അവർക്ക് നൽകി. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് യേശു അരുൾ ചെയ്യുന്നത്, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. യേശുവിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ അവസാന വാക്കാണ്, തൻ്റെ ശരീരം വരെ നമുക്ക് പങ്കുവെച്ച് തരുകയാണ് യേശു അവിടെ. ഓക്കെ, അപ്പോൾ ഇതെന്താ പറയുന്നത്? നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ഇപ്പം മാത്രം സംഭവിക്കേണ്ട കാര്യമല്ല, അറ്റ് പ്രസൻസിൽ മാത്രം ഞാൻ തരുന്ന കാര്യമല്ല, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നിങ്ങളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ഇവിടെ യേശു ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ ചെയ്തത്? അപ്പം എടുത്തു, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് എന്താ അരുൾ ചെയ്തത്? ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. ഒരു സാക്രിഫൈസിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക്, സ്നേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്ക്, തൻ്റെ ശരീരം വരെ നമുക്ക് വേണ്ടി നൽകപ്പെടുന്നു. എന്നിട്ട് പറയാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. നിങ്ങളിത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ ആക്ഷൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുൾ ചെയ്തു. അപ്പോൾ അപ്പം ഇതുപോലെ കൊടുത്തുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞ് അതിനുശേഷം പാനപാത്രം എടുത്തുകൊണ്ട് പറയാണ്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. അപ്പം ഞാൻ ഈ പാനപാത്രത്തിലുള്ളത് എൻ്റെ രക്തമാണ്, നിങ്ങളുടെ പാപത്തിന് വേണ്ടി ഞാൻ ചിന്തിയ എൻ്റെ രക്തമാണ്. ഇത് പുതിയ ഉടമ്പടിയാണ്. ഓക്കെ, അപ്പം വെറും അന്ത്യ അത്താഴമായിരുന്നൊരു സംഭവം വലിയൊരു ട്രാൻസ്ഫോർമേഷൻ, ചേഞ്ച് നടത്തി ഒരു പുതിയ ഉടമ്പടിയായി മാറുകയാണ്, വിശുദ്ധ കുർബാനയായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? യേശു തൻ്റെ രക്തം വരെ, പാപികളായ നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശു തൻ്റെ രക്തം വരെ ചിന്തുന്നതാണ്. യേശുവിൻ്റെ ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു ത്യാഗമാണ് നമ്മളിവിടെ കാണേണ്ടത്. രണ്ടാമതായിട്ട് എന്തെന്നാണ്? നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു കൊടുത്ത വിലയാണ് തൻ്റെ രക്തം എന്ന് പറയുന്നത്. ആ രക്തത്തിലൂടെയാണ് നമ്മൾ പിതാവായ ദൈവത്തിലേക്ക് അനുരഞ്ജനപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അപ്പമെടുത്തു, അത് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറയാണ്, എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യുവിൻ. അതേപോലെ പാനപാത്രം എടുത്തിട്ട് അതിൽ യേശു പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഓക്കെ, അപ്പോൾ യേശു നൽകുന്ന വലിയൊരു മെസ്സേജ്, യേശു സ്ഥാപിച്ച വിശുദ്ധ കുർബാന, ഓക്കെ, വലിയൊരു ചേഞ്ച്, പുതിയ ഉടമ്പടി. ഓക്കെ, അതൊക്കെയാണ് ഈ 19-20 വാക്യങ്ങളിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് നമ്മളിപ്പോഴും ഓർത്തുകൊണ്ട്, നമ്മളിപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് വിശുദ്ധ കുർബാന എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ഓർക്കുന്നത്? യേശുവിൻ്റെ പീഡാസഹനം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉദ്ധാനം. യേശു തുടർന്നു, എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശയിൽ തന്നെയുണ്ട്. അപ്പോൾ യേശുവിന് നല്ലോണം അറിയാം തന്നെ ആരാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് യേശുവിന് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. അണ്ട് യേശു ശിഷ്യന്മാരോട് എന്താ പറയുന്നത്? കറക്റ്റായിട്ടൊരു പേര് പറയുന്നുണ്ടോ? ഇല്ല. മറിച്ച് പറയുന്നത് എന്താണ്? നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഞാനുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ, അങ്ങനെയുള്ള ആളുകളുമായിട്ടാണല്ലോ നമ്മൾ ഭക്ഷണത്തിനിരിക്കുക. അപ്പോൾ ഈ മേശപ്പുറത്ത് തന്നെ എൻ്റെ കൈക്കടുത്ത് തന്നെ അവനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലോസ്നെസ്സിലും വഞ്ചന ഒളിഞ്ഞിരിപ്പുണ്ട്, ആ ഒരു അടുപ്പത്തിലും കാപട്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് യേശു പറയുകയാണ് ശിഷ്യന്മാരോട്. എന്നിട്ട് പറയാണ്, നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകും. അതിനർത്ഥം എന്താണ്? മനുഷ്യപുത്രനെ വഞ്ചിക്കുക അല്ലെങ്കിൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുക എന്നുള്ളത് പദ്ധതിയിൽ പെട്ട കാര്യമാണ്. ഓക്കെ, അത് പദ്ധതി, ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഒരു പാർട്ട് മാത്രമാണ് അത്, ഒറ്റിക്കൊടുക്കുക എന്നുള്ളത്. പക്ഷേ എന്നാൽ അവനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. ഈവൻ ദോ അത് പാർട്ടിലുള്ളതാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ്, ഇന്നതുപോലെ സംഭവിച്ചാൽ മാത്രമേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ആരാണോ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് അവന് ദുരിതം. മനസ്സിലായോ? ഈ ഒറ്റിക്കൊടുത്തതിൻ്റെ ആ ഒരു അനന്തരഫലം നാശമാണ്. അവനത് ഒറ്റയ്ക്ക് അനുഭവിച്ചേ പറ്റുള്ളൂ. അവനാ ചെയ്ത പ്രവൃത്തി, ഒറ്റിക്കൊടുക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം അവൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരും. നമ്മൾ പിന്നീട് കാണുന്നുണ്ട്, യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത് ഭ്രാന്ത് പിടിച്ച പോലെയാണ് പിന്നീട് നടന്നിരുന്നത്. എന്നിട്ട് തിരിച്ച് ഈ ന്യായാധിപ സംഘത്തിൻ്റെ മുന്നിൽ കാശ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ന്യായാധിപ സംഘം അല്ല, പ്രധാന പുരോഹിതന്മാരുടെ മുന്നിൽ ഈ തനിക്ക് ഒറ്റിക്കൊടുത്തതിൻ്റെ കൂലിയായിട്ട് കിട്ടിയ പണം തിരിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പോയി തൂങ്ങി മരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനന്തരഫലം ആ ആൾ ഒറ്റയ്ക്കാണ് അനുഭവിച്ചത്. കാരണം അതിൻ്റെ ഉത്തരവാദിത്വം യൂദാസിൻ്റെ തലയിൽ മാത്രമുള്ളതാണ്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞു വെക്കുകയാണ്,
തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ യേശു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് അവരുടെ ഇടയിലൊരു ഷോക്കാണ് പിന്നീട് ഉണ്ടായത്. ഞങ്ങളിൽ ആരെങ്കിലോ, ഞങ്ങൾ നീയുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്നവരാ, ഞങ്ങളിലോ എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. അവർ വളരെയധികം ഷോക്ക്ഡുമായി, അവരുടെ ഉള്ളിലൊരു കൺഫ്യൂഷനും വരാൻ തുടങ്ങി. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനെ കുറിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് മാത്രമാണ് ശിഷ്യർക്കുള്ളത്. ശിഷ്യർക്ക് അതെല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വലിയൊരു കഴിവ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ശിഷ്യന്മാരുടെ ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 4ാമത്തെ ഹെഡിങ് ആണ് ആരാണ് വലിയവൻ. 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഹെഡിങ്ങിന് കീഴിലുള്ളത്. 24ാമത്തെ വാക്യം, തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. നോക്കിയേ, എത്ര നിസ്സാരമായിട്ടാണ് യേശു തൊട്ട് മുന്നേ സ്ഥാപിച്ച പുതിയ ഉടമ്പടിയെക്കുറിച്ച് പോലും അവർ ചിന്തിക്കാതെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യേശുവിൻ്റെ ആ ഒരു ദൗത്യത്തിനെ കുറിച്ചുള്ള ഇവരുടെ അറിവ് വളരെ പരിമിതമായിരുന്നു. യേശു പറഞ്ഞ കാര്യങ്ങൾ, താൻ അടുത്തതായിട്ട് പീഡകൾ സഹിക്കുന്നതിനെക്കുറിച്ചും, കാരണം യേശു പീഡകൾ സഹിക്കുന്നതിന് മുൻപ് അവരുമായിട്ട് അത്താഴത്തിനിരിക്കാനായിട്ട് അത്യധികം ആഗ്രഹിച്ചു വന്നതാണ്. അവരുമായിട്ട് പുതിയ ഉടമ്പടി സ്ഥാപിച്ചു യേശു, അല്ലേ? തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഹിൻഡ് കൊടുത്തു. എന്നിട്ട് പോലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ശിഷ്യന്മാർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കപ്പോഴും യേശുവിൻ്റെ ആ ഒരു ദൗത്യത്തെക്കുറിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ പരിമിതമായിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതിന് തെളിവാണ് തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ യേശു അവരോട് എന്താ പറഞ്ഞത്? വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. നമുക്കറിയാം, രാജാക്കന്മാർ പ്രജകളുടെ മേലിലാണ് അവരുടെ അധികാരമൊക്കെ അടിച്ചേൽപ്പിക്കുന്നത്. രാജാവ് പറയുന്നത് പോലെ പ്രജ ചെയ്തോളണം. രാജാവ് ചിലപ്പോൾ അടിമയെ പോലെയാണ് പ്രജയെ കാണുന്നതെങ്കിൽ പ്രജ അതുപോലെ തന്നെ അനുസരിച്ചോളണം. അതാണ് വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ വിജാതീയരാവട്ടെ അല്ലെങ്കിൽ പ്രജകളാകട്ടെ തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ ഉപകാരികളായി കാണുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളത് ആർക്കാണ്? രാജാക്കന്മാർക്ക്. അപ്പോൾ പ്രജകൾ ഈ രാജാക്കന്മാരെ ഉപകാരികളായിട്ടാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല. ഇവർ പരോപകാരികളായിട്ട് തോന്നും, പക്ഷെ പ്രത്യക്ഷത്തിൽ ഇവർ പരോപകാരികളായിരിക്കും. പക്ഷെ ഇവരുടെ ഉള്ളിൽ എന്താണ്? ഇവർക്ക് ശരിക്കും സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. തങ്ങളുടെ രാജ്യത്തിൻ്റെ മേന്മ, അല്ലെങ്കിൽ തനിക്ക് ധനം കിട്ടുന്ന, ഇന്ന രീതിയിലൂടെ തനിക്ക് പണം ശേഖരിക്കണം, ഇന്ന രീതിയിലൂടെ തനിക്ക് യുദ്ധം ചെയ്യിക്കണം. പക്ഷേ പ്രത്യക്ഷത്തിൽ ഇവർ പരോപകാരികളായിട്ട് തോന്നും. അതാണ് പറയുന്നത്, തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ, വിജാതീയരുടെ മേൽ അധികാരമുള്ള രാജാക്കന്മാരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ രാജാക്കന്മാർ ഉപകാരികളായിരുന്നു അവർക്ക്? അല്ല. അവരവരുടെ ഒറിജിനൽ സ്വഭാവം മറച്ചു വെച്ച് മറ്റുള്ളവരുടെ മുൻപിൽ പരോപകാരികളായിട്ട് അഭിനയിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് യേശു പറയുന്നത്, വിജാതീയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു, തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. എങ്ങനെയായിരിക്കരുത്? ആ പറയണ രാജാക്കന്മാരെ പോലെ ആയിരിക്കരുത്. രാജാക്കന്മാർ തങ്ങളുടെ പ്രജകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. അവരുടെ പ്രജകൾക്ക് ഉപകാരികളാണെന്ന് തോന്നിക്കുന്ന വിധം സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ആയിരിക്കരുത് എൻ്റെ ശിഷ്യന്മാർ. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുന്ന ഈ 2 കാര്യങ്ങളും അന്നത്തെ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിക്ക് ഓപ്പോസിറ്റായിരുന്നു, വിപരീതമായിരുന്നു. കാരണം വലിയവൻ, തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പദവിയുള്ളവനെ പോലെ തന്നെ ബിഹേവ് ചെയ്യും. അവിടുന്ന് ചെറിയവനെ പോലെ ആവുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ യേശു ആദ്യത്തേതിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? വിനയമാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, വിനയപൂർവ്വം നമ്മൾ എല്ലാവരുടെ മുന്നിലും വർത്തിക്കണം. തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെ ആയിരിക്കണം. അപ്പോൾ യേശു ഇവിടെ ആഗ്രഹിക്കുന്നത് എന്താണ്? വിനയപൂർവ്വം വർത്തിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെ ആയിരിക്കണം. അപ്പോൾ അധികാരമുള്ളവൻ അവനാണ് മറ്റുള്ളവർ സേവനം ചെയ്യേണ്ടത്. പക്ഷേ യേശു ഇവിടെ തിരിച്ചാ പറയുന്നത്, അധികാരമുള്ളവർ മറ്റുള്ളവരെ സേവിക്കണം. അപ്പം രണ്ടാമത് യേശു പറയുന്ന കാര്യം എന്താണ്? സേവനം. ആദ്യം യേശു പറയുന്നത് വിനയത്തിൻ്റെ ഒരു മാതൃകയാണ്, തങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെ ആവണം. രണ്ടാമത് യേശു പറയുന്നത് സേവനത്തിൻ്റെ ഒരു മാതൃകയാണ്. എന്താണ്? അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയി.
അപ്പോൾ ഈ 25-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത് എങ്ങനെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ പെരുമാറിക്കൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ പ്രജകളുടെ മേൽ അധികാരം സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 26-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത് എന്താണ്? അങ്ങനെയല്ല വേണ്ടത്. ശരിക്കും രാജാക്കന്മാരും ശരിക്കും അധികാരികളും എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഉത്തരമായിട്ടാണ് 26-ാമത്തെ വാക്യം യേശു പറയുന്നതായിട്ട് കാണിക്കുന്നത്. അതിൽ യേശുവിനെ പോലത്തെ നേതാവായിരിക്കണം. നമുക്കറിയാം യേശുവിനെ അവർ ഗുരുവായിട്ടാണ് കണ്ടത്, ടീച്ചറായിട്ടാണ് കണ്ടത്. എന്ന് വെച്ചാൽ അവരെ നയിക്കുന്ന ലീഡറാണ് ആക്ച്വലി യേശു, അല്ലേ? അപ്പോൾ യേശു എങ്ങനെയായിരുന്നു, ആ ഒരു ഇതാണ് ഈ 26-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. വിനയത്തിൻ്റെ മാതൃകയും സേവനത്തിൻ്റെ മാതൃകയും. എന്നിട്ട് 27-ാമത്തെ വാക്യത്തിലൂടെ യേശു ക്ലിയർ ആയിട്ട് അതിനൊരു ഉത്തരം കൊടുത്ത് അത് കൺക്ലൂഡ് ചെയ്യാണ്. ആരാണ് വലിയവൻ എന്നുള്ളതിന് ഒരു കൺക്ലൂഷൻ യേശു തരുന്നത് 27-ാമത്തെ വാക്യത്തിലാണ്. അതിൽ യേശു ഒരു ചോദ്യം ചോദിക്കുകയാണ് അവരോട്. ആരാണ് വലിയവൻ? നിങ്ങൾ പറ. ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണം കഴിക്കുന്നവനാണോ അല്ലെങ്കിൽ ആ കഴിക്കുന്നവനെ പരിചരിക്കുന്നവനാണോ? എന്നിട്ട് യേശു തന്നെ വീണ്ടും പറയാണ്, ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ ഉത്തരം പറയാൻ പോകുന്നേ? ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എന്നെ നിങ്ങൾ ഗുരുവായിട്ട് കാണുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ പരിചരിക്കുന്നവനെ പോലെയാണ്. നിങ്ങളുടെ ഇടയിൽ അധികാരമുള്ളവനാണെങ്കിൽ പോലും ഞാൻ എങ്ങനെയാണ്, എൻ്റെ മനോഭാവം എന്താണ്? സേവനത്തിൻ്റെ മനോഭാവമാണ്. അതാണ് യേശു പറഞ്ഞു കൊടുക്കുന്ന ഉത്തരം. അപ്പം തങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എങ്ങനെയൊക്കെ ആയിരിക്കണം? വിനയമുള്ളവനായിരിക്കണം, സേവന മനോഭാവം ഉണ്ടാവണം, മറ്റുള്ളവരെ സേവിക്കാനുള്ള പരിചരിക്കാനുള്ള മനോഭാവം ഉണ്ടാവണം. അല്ലാതെ പദവിയിലോ അധികാരത്തിലോ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ വലിപ്പം കാണിച്ചു തരുന്ന കാര്യം. ഇതാണ് യഥാർത്ഥത്തിൽ ആരാണ് വലിയവൻ എന്ന് തെളിയിക്കുന്ന കാര്യം. ഇതാണ് 27-ാമത്തെ വാക്യം. അടുത്തത് 28-ാമത്തെ വാക്യത്തിൽ യേശു കുറച്ചും കൂടി ഇമോഷണലായിട്ട് ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എന്താ പറയുന്നത്? എനിക്ക് ഒരുപാട് പരീക്ഷകളുണ്ടായി, അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ കുറേ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഈ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും ഒക്കെ യേശുവിൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ട്രാപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് കെണികൾ വെക്കുന്നുണ്ട്, ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് എന്താ പറയുക, വളരെ കണ്ണിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ എന്നോട് കൂടെ നിന്നവരാണ്. അപ്പം അത്തരം പരീക്ഷകളിലൊക്കെ എന്നോടുകൂടെ എന്നെ വിട്ടു പോവാതെ നിരന്തരം എന്നോടുകൂടെ ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ ശിഷ്യന്മാർ. എന്നിട്ട് പറയാണ്, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ച് തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ച് തന്നു, എൻ്റെ പിതാവ് എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു ആരാണ്? ദൈവത്തിൻ്റെ പുത്രനാണ്, മിശിഹായാണ്. അപ്പോൾ പിതാവ് യേശുവിന് രാജ്യം നൽകി, ദൈവരാജ്യം നൽകിയതുപോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. പിതാവ് പുത്രന് ദൈവരാജ്യം നൽകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ എല്ലാവിധ സന്തോഷവും സമൃദ്ധിയും ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരുപാട് ഉത്തരവാദിത്വങ്ങളും കൊടുത്തു യേശുവിന്, അല്ലേ? ദൈവപുത്രനായിട്ടുള്ള യേശുവിന് പിതാവ് സന്തോഷം കൊടുത്തു, അതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്വങ്ങളും കൊടുത്തു. അത് തന്നെ യേശു ശിഷ്യന്മാർക്ക് കൊടുക്കാൻ പോണെയാണ്. മനസ്സിലായോ? അപ്പോൾ യേശുവിന് പിതാവിൽ നിന്ന് അധികാരം നേരിട്ട് കിട്ടിയിട്ടുണ്ട്. ആ അധികാരത്താലാണ് യേശു ശിഷ്യന്മാർക്ക് ദൈവരാജ്യം കൊടുക്കാൻ പോകുന്നത്. ഇനി അടുത്തത് ശിഷ്യന്മാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെപ്പോലെയുള്ള എന്താ പറയുക വലിയൊരു സമൂഹത്തെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ പിതാവായ ദൈവം പുത്രന് രാജ്യം കൽപ്പിച്ച് നൽകി, അതുവഴി പുത്രന് വലിയ ഉത്തരവാദിത്വങ്ങൾ നൽകി. പുത്രൻ എന്ത് ചെയ്തു? തൻ്റെ ശിഷ്യന്മാർക്ക് രാജ്യം കൽപ്പിച്ച് നൽകി. ശിഷ്യന്മാരിലേക്ക് ആ ഉത്തരവാദിത്വങ്ങൾ എത്തി. മനസ്സിലായോ? അപ്പോൾ വലിയ റെസ്പോൺസിബിലിറ്റിയിലേക്ക് യേശു ദൈവത്തിൻ്റെ പുത്രൻ അഥവാ മിശിഹ ശിഷ്യന്മാരെ എത്തിക്കുകയാണ്. ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നേട്ടം അതാണ്. എന്നോടൊപ്പം എൻ്റെ പരീക്ഷകളിൽ നിരന്തരം എങ്ങും പോകാതെ എൻ്റെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കാൻ പോകുന്ന വലിയ റിവാർഡാണ് ദൈവരാജ്യം. അത് എൻ്റെ പിതാവ് എനിക്ക് എങ്ങനെ തന്നോ അതുപോലെ ഞാൻ നിങ്ങൾക്ക് തരും. അത്രമാത്രം വലിയൊരു റിവാർഡാണ് ശിഷ്യന്മാർക്കായിട്ട് യേശു പറയുന്നത് ഭാവിയിലത്തേക്ക്. ഓക്കെ, അടുത്തത് 30-ാമത്തെ വാക്യം. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ദൈവരാജ്യം നൽകുന്നത്? ഞാൻ നിങ്ങൾക്ക് ഇത് എൻ്റെ പിതാവ് നൽകിയതുപോലെ നിങ്ങൾക്ക് ഞാൻ ഈ ദൈവരാജ്യം നൽകാൻ പോകുന്നത് എന്നുള്ളതിന് ക്ലിയർ ആയിട്ടുള്ള ആൻസറാണ് 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. അപ്പോൾ എന്താ പറയുന്നത്? അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ, എൻ്റെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവരാജ്യം, അല്ലേ? അപ്പോൾ ഭാവിയിൽ വലിയ നേതാക്കന്മാരാണ് നിങ്ങൾ,
അല്ലേ? ആത്മീയമായിട്ടുള്ളൊരു ലോകത്തിലെ വലിയ നേതാക്കന്മാരായിരിക്കും നിങ്ങൾ. അവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് വലിയ അധികാരമുള്ളവരായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നിച്ച് ഭക്ഷിക്കുകയും ഒന്നിച്ച് പാനം ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും ഒരു സന്തോഷം തരുന്ന കാര്യമാണ്, അല്ലേ? ഗ്യാതറിങ്സ്, ഒത്തുചേരൽ, അത് വലിയൊരു കൂട്ടായ്മയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതാണ് ഭാവിയിലത്തെ ഫ്യൂച്ചർ മീൽ. അന്ന് യേശു പെസഹ ഭക്ഷിച്ച സമയത്ത് വരാനിരിക്കുന്ന സ്ഥലത്ത്, വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഇത് ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ദൈവരാജ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും യേശു ശിഷ്യന്മാരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കും. ഓക്കെ, വീണ്ടും യേശു ആ ഒരു കൂട്ടായ്മയിലേക്ക് അവരെയും കൊണ്ടുവരും. ആ വലിയ അനുഭവത്തിലേക്ക് പിന്നീട് നമ്മളെയും പ്രവേശിപ്പിക്കും. അതാണ് ഇവിടെ പറയുന്നത്, എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നിങ്ങൾ ചെയ്യും. ആ വലിയൊരു കൂട്ടായ്മയിൽ ആ കൂട്ടായ്മ നിങ്ങൾ അനുഭവിക്കും. ആ സ്പിരിച്വൽ വേൾഡിൽ നിങ്ങളത് അനുഭവിക്കും. പിന്നെ എന്തെന്നാ പറയണേ? നിങ്ങൾ സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ദൈവരാജ്യം തരുന്നത്. ഈ സിംഹാസനത്തിൽ ഇരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു റോള് നിങ്ങൾക്ക് കിട്ടും, ഒരു രാജാവിൻ്റെ ഒരു അധികാരം നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇതിനർത്ഥം നിങ്ങൾ ഭൂമിയിലെ രാജാക്കന്മാരെ പോലെ ചെയ്യണമെന്നാണോ? അല്ല. എങ്ങനെ ആയിരിക്കണം എന്ന് 26-ാമത്തെ വാക്യത്തിൽ യേശു ഉത്തരം നൽകിയിട്ടുണ്ട്. സേവന മനോഭാവമായിരിക്കണം നിങ്ങൾക്ക്. സർവീസ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ സിംഹാസനത്തിൽ നിങ്ങൾ ഇരിക്കേണ്ടത്. അല്ലാതെ അവരെ വിധിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ സിംഹാസനത്തിൽ ഇരിക്കേണ്ടത്. അപ്പോൾ സിംഹാസനത്തിലിരുന്ന് എന്താ നിങ്ങൾ ചെയ്യേണ്ടേ? ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് പിൻതലമുറയായിട്ട് വന്ന നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്നതിനും നമ്മളെ എല്ലാവരെയും നയിക്കുന്നതിനും നമ്മൾക്കെല്ലാവർക്കും നിർദ്ദേശങ്ങൾ നൽകുന്നതിനും അറ്റ് ലാസ്റ്റ് നമ്മളെല്ലാവരെയും ദൈവരാജ്യത്തിന് ചേരുന്നവരായിട്ട് ഒരുക്കുന്നതിനും വേണ്ടിയിട്ടാണ് യേശു അവർക്ക് ദൈവരാജ്യം കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ. 5-ാമത്തെ ഹെഡിങ് ആണ് പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. പത്രോസ് തൻ്റെ ഗുരുവായിട്ടുള്ള യേശുവിനെ നിഷേധിക്കും എന്നുള്ളതിന് യേശു ഒരു ഹിൻഡ് കൊടുക്കുകയാണ് ഈ ഒരു ഭാഗത്തിലൂടെ. ഓക്കെ, ഇതിൽ 4 വാക്യങ്ങളേ ഉള്ളൂ, ഓർത്തിരിക്കുക. 31, 32, 33, 34. 31-ാമത്തെ വാക്യം യേശു വിളിക്കുകയാണ്, ഷിമയോൻ ഷിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അതിനർത്ഥം എന്താണ്? സാത്താൻ പത്രോസ് ലീഹായുടെ വിശ്വാസത്തെ ചാലഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, പത്രോസ് ലീഹയുടെ വിശ്വാസത്തെ എന്ത് ചെയ്യാൻ പോണെയാണ്? വെല്ലുവിളിക്കാൻ പോവാണ്. അതാണ് ആ പറയുന്നത്. യേശു പറയാണ്, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഈ ഗോതമ്പ് പാറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നെല്ലും പതിരും വേർതിരിക്കുക, നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങളെ സെപ്പറേറ്റ് ചെയ്യുക. അതുപോലെ സാത്താൻ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നത്? പത്രോസ് ലീഹായിലുള്ള വിശ്വാസത്തെ പാറ്റാൻ പോവാണ്. അപ്പോൾ പത്രോസ് ലീഹായിൽ യഥാർത്ഥത്തിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് വിശ്വാസത്തെ ചാലഞ്ച് ചെയ്യാൻ പോവാണ് സാത്താൻ. നമ്മൾ കാണുന്നുണ്ട് പത്രോസ് ലീഹയ്ക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട് യേശുവിൽ, അല്ലേ? നിരന്തരം വിശ്വാസമുണ്ട്. അതിൽ നിന്നും എന്താ പറയുക, ഒട്ടും വ്യതിചലിക്കാത്തൊരു വ്യക്തി കൂടിയാണ് പത്രോസ്. എങ്കിൽ പോലും ഒരു നിമിഷത്തിലെ ഉത്കണ്ഠയും ആ സമയത്തെ ആ ഒരു സമ്മർദ്ദവും സ്ട്രെസ്സും ഒക്കെ മൂലം പത്രോസ് ലീഹ ആ വിശ്വാസത്തെ, ആ ഒരു ട്രാപ്പിൽ, സാത്താൻ്റെ ആ വിശ്വാസത്തെ ചാലഞ്ച് ചെയ്യുന്ന ട്രാപ്പിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ പത്രോസ് ലീഹാനെ അല്ലെങ്കിൽ പത്രോസ് ലീഹയുടെ വിശ്വാസത്തെ പാറ്റാൻ പോവാണ് ആര്? സാത്താൻ. യേശു തുടർന്ന് പത്രോസിനോട് പറയാണ്, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ പറയുന്നേ? നിന്റെ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ നിന്റെ വിശ്വാസം കുറയാതിരിക്കാൻ, നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. എന്താ പറയുന്നത്? ഞാൻ പ്രാർത്ഥിച്ചു, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അതിനർത്ഥം എന്താണ്? തിരിച്ചു വന്ന് സഹോദരരെ ശക്തിപ്പെടുത്തണമെങ്കിൽ പത്രോസിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നാണ് അതിനർത്ഥം. അത് എങ്ങനെയാണ്? യേശുവിൻ്റെ പ്രാർത്ഥന വഴി. യേശു പ്രാർത്ഥിച്ചത് വഴിയായിട്ട് പത്രോസിന് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം പുനഃസ്ഥാപിക്കപ്പെട്ടു. പത്രോസിൻ്റെ ക്ഷയിച്ചു പോയ വിശ്വാസം തിരിച്ചു കിട്ടിക്കഴിഞ്ഞ പത്രോസ് എന്താ ഇനി ചെയ്യേണ്ടത്? യേശു ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരരെ, നിൻ്റെ ശിഷ്യന്മാരെ നീ
അല്ലെങ്കിൽ എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള നിൻ്റെ സഹോദരരെ നീ ശക്തിപ്പെടുത്തണം, ആത്മീയമായിട്ടും അവരും വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് നീ ശക്തിപ്പെടുത്തണം. ഈ 32-ാമത്തെ വാക്യത്തിൽ ശരിക്കും പറഞ്ഞു വെക്കുന്നത് ഒരു ആത്മീയമായിട്ടുള്ളൊരു യുദ്ധത്തെക്കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും ഈ ഒരു ഘട്ടത്തിലൂടെ പോകുന്നവരാണ് അല്ലേ? നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന കുറേ സന്ദർഭങ്ങൾ നമ്മളുടെ ലൈഫിൽ വരും. 2 കാര്യങ്ങൾ ചെയ്യണം എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. എന്താണ്? പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് എവിടെ നിന്നില്ലാത്തൊരു പ്രതീക്ഷ കിട്ടും. എല്ലാം ശുഭമായി നമ്മുടെ ലൈഫിൽ വരും എന്നുള്ളൊരു ഹോപ്പ് അത് നമുക്ക് കിട്ടും. അപ്പം നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു വിശ്വാസം റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു പ്രോമിസ് നിറവേറണം. എന്താണ്? നമ്മളുടെ സഹോദരരുടെ ആത്മീയ വളർച്ചയ്ക്കും അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പ്രയത്നിക്കണം. അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അവരെ നമ്മൾ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം, പ്രചോദനമാകണം നമ്മൾ അവർക്ക്. അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രചോദനമായിട്ട് മാറണം. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് 33-ാമത്തെ വാക്യമാണ്. ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. നമുക്കറിയാം പത്രോസ്ലിഹയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. എന്തൊരു കാര്യം യേശു പറഞ്ഞാലും ടപ്പെന്നായിരിക്കും ഉത്തരം പറയുന്നത്. പെട്ടെന്ന് ഉത്തരം പറയും പുള്ളിക്കാരൻ. ചിന്തിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇമോഷണലി അങ്ങോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ പല സന്ദർഭങ്ങളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ഒരു ഇമ്പൾസീവായിട്ടുള്ളൊരു നേച്ചറാണ്, ആവേശകരമായിട്ടാണ് എപ്പോഴും പുള്ളി എന്താ പറയുക, അത് പുള്ളിക്കാരൻ്റെ നേച്ചറാണ് കേട്ടോ. അതൊരു വീക്ക്നെസ് കൂടിയായിരുന്നു പത്രോസ്ലിഹയുടെ. ഭയങ്കര തിടുക്കക്കാരനായിരുന്നു. അപ്പോൾ അതേ തിടുക്കത്തിൽ തന്നെ തിരിച്ചു പറയാണ്. യേശു പറഞ്ഞതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാതെ, യേശു പറഞ്ഞ ആ കാര്യത്തിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാതെ പത്രോസ്ലിഹ തിരിച്ചു പറയാണ്, കർത്താവേ, നിൻ്റെ കൂടെ കാരാഗൃഹത്തിലേക്കോ അല്ലെങ്കിൽ മരിക്കാനോ ഞാൻ റെഡിയാണ്. 2 കാര്യങ്ങൾ നമ്മളിവിടെ ആലോചിക്കണം. ഒന്ന്, പത്രോസ്ലിഹയുടെ സ്വഭാവം അതാണ്, ആവേശകരമായിട്ടുള്ളൊരു നേച്ചറാണ് പത്രോസ്ലിഹയ്ക്കുള്ളത്. 2, നമ്മൾ കാണാതെ പോകരുത്, യേശുവിനെ ഏതവസ്ഥയിലും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനായിട്ടുള്ളൊരു ജെനുവിനായിട്ടുള്ളൊരു ആഗ്രഹമാണ് പത്രോസ്ലിഹ ഇതിലൂടെ കാണിച്ചു തരുന്നത്. അപ്പം നമ്മളും അങ്ങനെ ആയിരിക്കണം എന്ന് സുവിശേഷകൻ പറയാണ്. ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിൻ്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. 34-ാമത്തെ വാക്യം പറയാണ്, അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല. അപ്പം യേശു ആദ്യം എന്താണ് ഉദ്ദേശിച്ചത്? സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ വരും, നിന്റെ വിശ്വാസത്തെ ചാലഞ്ച് ചെയ്യും. ആ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പത്രോസ്ലിഹ പെട്ടെന്നൊരു ഉത്തരം പറഞ്ഞു, കാരാഗൃഹത്തിലേക്ക് പോകേണ്ടി വന്നാലും നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ റെഡിയാണ് എന്ന് പറയാണ്. അപ്പോൾ യേശു ക്ലിയർ ആയിട്ട് നീ എന്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് എന്ന് പത്രോസ്ലിഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് 34-ാമത്തെ വാക്യത്തിലൂടെ. നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല. വളരെ ബോൾഡായിട്ട് തൊട്ടു മുമ്പ് യേശുവിനോടുള്ള ആ ഒരു വിശ്വാസവും കമ്മിറ്റ്മെൻറ്റും ഒക്കെ പത്രോസ്ലിഹ ഇപ്പോൾ പ്രഖ്യാപിച്ചേ ഉള്ളൂ. പക്ഷേ യേശു പറയാണ്, നീ പരാജയപ്പെടും. നീ എന്നെ അറിയില്ല എന്നുള്ളത് നീ മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നു പറയും. നീ പറയുന്നത് വരെയും 3 പ്രാവശ്യം അത് പറയുന്നത് വരെയും കോഴി കൂവുകയില്ല. കറക്റ്റായിട്ട് ടൈം ഫ്രെയിമും യേശു പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ന സമയത്തിനുള്ളിൽ നീ ഇത്ര പ്രാവശ്യം അത് പറഞ്ഞിരിക്കും എന്ന് യേശു പത്രോസ്ലിഹനോട് പറയാണ്. പത്രോസ്ലിഹ എത്രമാത്രം എന്താ പറയുക, വിശ്വസ്തത പ്രഖ്യാപിച്ചിട്ടും കാര്യമില്ല. ഏറ്റവും അവസാനം പത്രോസ്ലിഹ പരാജയപ്പെടുന്നുണ്ട്. അതൊരു പക്ഷേ പത്രോസ്ലിഹയുടെ ഉള്ളിലുള്ള ഭയമോ അല്ലെങ്കിൽ ആ സമയത്ത് അദ്ദേഹം എന്താ പറയുക ഉണ്ടായിരുന്ന ഉത്കണ്ഠയോ അല്ലെങ്കിൽ പ്രഷറോ സമ്മർദ്ദമോ എന്തോ ആയിരിക്കാം. ഇത് തന്നെ ആയിരിക്കാം മറ്റ് ശിഷ്യന്മാരും ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്താണ്? മാനുഷികമായിട്ടുള്ള ഒരു വീക്ക്നെസ്സാണിത്. ഓക്കെ, മാനുഷികമായിട്ടുള്ള ദൗർബല്യമാണത്. നമ്മുടെ വിശ്വാസം ചില സമയത്ത് ക്ഷയിച്ചു പോവാം. പക്ഷെ നമുക്കത് പുനഃസ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മൾ എന്തിൽ അഭയം പ്രാപിക്കണം? ഒരു ദൈവികമായിട്ടുള്ള ശക്തിയിൽ അഭയം പ്രാപിക്കണം. അതിലെന്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ? പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, 6-ാമത്തെ ഹെഡിങ് ആണ് പണവും വാളും കരുതുക. 35, 36, 37, 38 4 വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലും ഉള്ളത്. 35-ാമത്തെ വാക്യം, അനന്തരം അവൻ അവരോട് ചോദിച്ചു. യേശു അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു,
ഒന്നിനും കുറവുണ്ടായില്ല. നമ്മൾ നേരത്തെ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലേ, യേശു ശിഷ്യന്മാരെ വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടും രോഗശാന്തി നൽകുന്നതിന് വേണ്ടിയിട്ടും പല ദേശങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. ആ സമയത്ത് യേശു അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നും കരുതരുത്, നിങ്ങൾ വടിയോ ചെരുപ്പോ ഭാണ്ഡമോ പണമോ ഒന്നും നിങ്ങൾ കരുതരുത്. അങ്ങനെ പോയിട്ടും ശിഷ്യന്മാർക്ക് ഒരു കുറവും ഉണ്ടായില്ല. കാരണം അതിനർത്ഥം എന്താണ്? ഒരു ദൈവികമായിട്ടുള്ള കരുതൽ, ദൈവികമായിട്ടുള്ള സംരക്ഷണം ഇവർക്കുണ്ടായിരുന്നു, ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. ദൈവികമായിട്ടുള്ള ഇടപെടലിലൂടെ അവർക്ക് ആവശ്യമുള്ള സാഹചര്യങ്ങളും സാധനങ്ങളും ഒക്കെ ആവശ്യമായ സമയത്ത് ലഭിക്കുമായിരുന്നു. അത് ദൈവികമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരതിന് ക്ലിയറായിട്ട് ഉത്തരം പറയുന്നുണ്ട്, ഞങ്ങൾക്കൊന്നിനും ആ സമയത്ത് കുറവുണ്ടായിരുന്നില്ല. 36-ാമത്തെ വാക്യത്തിലാണെങ്കിലോ യേശു പറയാണ്, എന്നാൽ ഇപ്പോൾ മടിശീല ഉള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാള് വാങ്ങട്ടെ. 3 കാര്യങ്ങളാണ് പറയുന്നത്. മടിശീല ഉള്ളവൻ അതെടുക്കട്ടെ, ഭാണ്ഡമുള്ളവൻ അതും എടുക്കട്ടെ. ഇനി വാളില്ലാത്തവനാണെങ്കിൽ കുപ്പായം വിറ്റ് വരെയും വാള് വാങ്ങട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനർത്ഥം എന്താണ്? ഒന്നാമത്തെ കാര്യം, അന്ന് നിങ്ങൾ പോയ സാഹചര്യമല്ല ഇപ്പോൾ. സമയം വളരെ മാറിക്കഴിഞ്ഞു. അന്ന് നിങ്ങൾ പോയ സാഹചര്യമല്ല ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന സാഹചര്യം. അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയുള്ള സമയത്ത് ഫിസിക്കലി ഞാൻ നിങ്ങളുടെ കൂടെയില്ല, പക്ഷെ സ്പിരിച്വലി ഞാനുണ്ട്. ഞാൻ എൻ്റെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാണ്. എൻ്റെ ഭൂമിയിലെ എൻ്റെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം എത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഇനി നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ സുവിശേഷം പഠിപ്പിക്കാനും വചനം പ്രഘോഷിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ വലിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വരും. ആ സമയത്തേക്ക് നിങ്ങളെ തന്നെ സംരക്ഷിക്കുവാനും നിങ്ങളെ തന്നെ തയ്യാറാക്കുന്നതിനും യേശു അവരെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഇപ്പോൾ യേശു അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കില്ല, വലിയ വലിയ ഡിഫിക്കൽട്ടീസാണ് ഇനി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന വലിയ വലിയ പീഡകളാണ് ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുക എന്ന് യേശു അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പടക്കളത്തിലേക്ക് ഒരു സോൾജർ അല്ലെങ്കിൽ ഒരു പടയാളി പോകുന്നത് പോലെ അത്രമാത്രം പ്രിപ്പറേഷനോട് കൂടി ആയിരിക്കണം ഇനി നിങ്ങൾ പോകേണ്ടത്. ഓക്കെ എന്ന് യേശു പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ വാളെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലിറ്ററലി വാളാണോ അത്? അല്ല, ഒരിക്കലും എന്താ പറയുക, യുദ്ധം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാൾ അങ്ങനെയല്ല യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന എന്തും, അതാണ് യേശു അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലിറ്ററൽ മീനിങ് അല്ല, വാളിൻ്റെ ലിറ്ററൽ മീനിങ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അതൊരു ആത്മീയമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള തലത്തിലാണ് യേശു അത് ഉദ്ദേശിച്ചിരിക്കുന്നത്. 37-ാമത്തെ വാക്യത്തിൽ യേശു പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ ലംഘകരോട് കൂടെ എണ്ണപ്പെടും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ വചനം പണ്ട് എഴുതപ്പെട്ടിട്ടുണ്ട്, പ്രവാചകന്മാരിലൂടെ എന്താ എഴുതപ്പെട്ടിരിക്കുന്നത്? അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെടും, അല്ലേ? യേശുവിനെ ഒരു കുറ്റവാളിയെ പോലെ അവർ കൊണ്ടുപോകും, ഒരു കുറ്റവാളിയെ പോലെ വിചാരണ ചെയ്യും, ഒരു കുറ്റവാളിയെ പോലെ എന്ത് ചെയ്യും? ക്രൂശിക്കപ്പെടും യേശു, അല്ലേ? അതാണ് നിയമം ലംഘിക്കുക എന്ന് പറയുന്നത്. അവൻ പാപിയാണ്, അവൻ കുറ്റവാളിയാണ്. അപ്പോൾ കുറ്റവാളിയെ പോലെ ആയിരിക്കും യേശുവിനോട് അവർ പെരുമാറാൻ പോകുന്നത്. ആ ഒരു ഗണത്തിലായിരിക്കും യേശു എണ്ണപ്പെടാൻ പോകുന്നത്. അപ്പോൾ അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെടും എന്നെഴുതിയിരിക്കുന്നത് എന്നിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു, യേശുവിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. ഞാൻ പാപിയെ പോലെ മരിക്കേണ്ടി വരും എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഞാൻ നിയമലംഘകരോടൊപ്പം എണ്ണപ്പെടും, ഒരു കുറ്റവാളിയായിട്ടായിരിക്കും അവരെന്നെ കാണുന്നത്. അതുപോലെ സംഭവിക്കേണ്ടതാണ്. കാരണം എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വാക്കും പൂർത്തിയാകണം, അത് പൂർത്തിയായിരിക്കും. ഓക്കെ, 38-ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? അവർ പറഞ്ഞു, കർത്താവേ, ഇതാ ഇവിടെ 2 വാളുണ്ട്. അവൻ പറഞ്ഞു, മതി. ഈ ഒരു വാക്ക് നമ്മൾ 2 രീതിയിൽ വേണം കാണാൻ. ഒന്ന്, അതിൻ്റെ ലിറ്ററൽ മീനിങ്. ചിലപ്പോൾ യേശു വാളെന്ന് ഉദ്ദേശിച്ചത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അവരതിൻ്റെ ഒറിജിനൽ മീനിങ് തന്നെ നോക്കിയിട്ട് 2 വാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശുവിന് ഇനി ഒന്നും തിരിച്ചു പറയാനില്ല. ഓക്കെ, അപ്പോൾ യേശു മതി എന്ന് പറഞ്ഞതായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞ അതേപടി തന്നെ അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, വാള് നിങ്ങൾ കരുതണം എന്ന് പറഞ്ഞത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് യേശു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും 2 വാളുണ്ട്, ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ മുന്നിലുള്ള ഞങ്ങളുടെ പീഡകളും ദുരിതങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യേശു മതി എന്ന് പറഞ്ഞതായിരിക്കാം. മതി എന്നാൽ ഈ സ്ഥലത്ത് മതി എന്നാൽ അർത്ഥം എന്താണ്? ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാൻ നിങ്ങൾ റെഡിയായി നിൽക്കുകയാണ് എന്നാണ് അതിനർത്ഥം. അപ്പോൾ 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. ഒന്ന്, ശിഷ്യന്മാർക്ക്
മനസ്സിലാകാതെ ശിഷ്യന്മാർ പറഞ്ഞതിന് യേശു മതി എന്ന് പറഞ്ഞതായിരിക്കാം. അതല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞതിന് ഓക്കെ നിങ്ങൾ ഫേസ് ചെയ്യാൻ റെഡി ആയല്ലോ അത് മതി എന്നുള്ള രീതിയുമായിരിക്കാം. അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആളുടെ യുക്തി അനുസരിച്ചിട്ടാണ്. ഓക്കെ, 7ാമത്തെ ഹെഡിങ് ആണ് ഗെത്സമേനിയിൽ പ്രാർത്ഥിക്കുന്നു. 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. അപ്പോൾ യേശു പുറത്തു വന്നു. എവിടെയാണ് യേശു ഇപ്പോൾ? പെസഹ ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് ശിഷ്യന്മാരുടെ കൂടെ ഒരു വീടിൻ്റെ മുകളിലായിട്ടാണ് ഇപ്പോൾ യേശു ഉള്ളത്. അവിടെ നിന്ന് യേശു പുറത്തു വന്ന് പതിവ് പോലെ, യേശുവിൻ്റെ പതിവ് എന്തായിരുന്നു? പകൽ സമയങ്ങളിൽ ജെറുസലേമിലെ ദേവാലയങ്ങളിലും സിനഗോഗുകളിലൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടും സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടൊക്കെയാണ് യേശു ചെലവഴിച്ചത്. എന്നാൽ രാത്രി സമയങ്ങളിൽ എങ്ങനെയായിരുന്നു? യേശു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഒലിവ് മലയിലേക്ക് പോകുമായിരുന്നു. അവിടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻസുമാണ് അവിടെ യേശു ഒലിവ് മലയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അങ്ങനെ യേശു എവിടേക്കാണ് പോയത്? ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. ഇപ്പോൾ പോയപ്പോൾ എന്താണ്? ശിഷ്യന്മാരും യേശുവിനെ പിന്തുടർന്ന് പുറകെ പോയി. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അപ്പം എന്താ പറയുന്നത്? കറക്റ്റ് ഒലിവ് മലയിൽ എത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയാണ്, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് സ്പിരിച്വലി നമ്മൾക്ക് ആത്മീയമായിട്ട് വരുന്ന വെല്ലുവിളികളെ അല്ലെങ്കിൽ ഈ പരീക്ഷകളെ ഒക്കെ നേരിടുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് യേശു അവരോട് പറയാണ്. ഇത് പറയുക മാത്രമല്ല, അവരതിലൂടെ പ്രവർത്തിക്കാനായിട്ട് യേശു ക്ഷണിക്കുകയും കൂടി ചെയ്യാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇത്രയും നാൾ ഞാൻ എന്താ പറഞ്ഞത്? പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രം വിലമതിക്കുന്നതാണ് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം നിങ്ങളത് ആക്ഷനായിട്ട് കാണിക്കണം. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് യേശു അവരൊരു എന്താ പറയുക, ഒരു ആക്ഷനിലേക്കുള്ളൊരു വിളിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് യേശു പറയാണ്. അതിലൊന്നാമത്തെ കാര്യം എന്തെന്നാണ്? ദൈവത്തോട് വിധേയത്വം പുലർത്തി നിൽക്കുക. നിങ്ങളിപ്പോൾ ഈ നിമിഷം നിങ്ങൾ ദൈവത്തോട് വിധേയത്വം പുലർത്തണം. രണ്ടെന്താണ്? ദൈവമാണ് നിങ്ങളെ സേഫ് ആക്കേണ്ട ആൾ. കാരണം യേശുവിനറിയാം വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ യേശുവും ശിഷ്യന്മാരും ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് പോകാൻ പോകുന്നത് എന്നുള്ളത് യേശുവിന് ക്ലിയർ ആയിട്ട് അറിയാവുന്നത് കൊണ്ടാണ് യേശു അവരോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. അപ്പോൾ ആ ഘട്ടങ്ങളിൽ ദൈവം നിങ്ങളെ സേഫ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കണം. അതുകൊണ്ടിട്ടും കൂടിയാണ് യേശു അവരോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത്. യേശു അത് ചെയ്ത് കാണിച്ച വ്യക്തിയാണ്. യേശു തൻ്റെ ഏറ്റവും എന്താ പറയുക അനിശ്ചിതമായ സമയത്ത് പോലും കുരിശിൽ കിടക്കുന്ന സമയത്തും യേശുവിനെ എന്താ പറയുക ചുംബനം കൊണ്ട് യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് വരെയും യേശു എന്ത് ചെയ്യുമായിരുന്നു? പ്രാർത്ഥിക്കുകയായിരുന്നു. ഏറ്റവും അനിശ്ചിതമായ സമയത്തും യേശു എന്ത് ചെയ്യുമായിരുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ യേശു തന്നെ വലിയൊരു മാതൃകയാണ് നമുക്ക് കാട്ടിത്തന്നിരിക്കുന്നത്. ഏതൊരു കാര്യത്തിലും ദൈവത്തിൻ്റെ ഒരു ഗൈഡൻസ് തേടുക, ദൈവത്തോട് ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, അതാണ് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിനെന്ന് യേശു ശിഷ്യരോട് പറയുന്നത്. 41ാമത്തെ വാക്യം, അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. യേശു എപ്പോഴും ഒരു പേഴ്സണൽ പ്രെയർ നടത്തുന്നൊരു വ്യക്തിയാണ്. നമ്മളുടെ ലൈഫിലും അത് വേണം. പേഴ്സണൽ പ്രെയറിന് നമ്മൾ സമയം കണ്ടെത്തണം. യേശു എന്താ ചെയ്തത്? ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ യേശു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സമയത്തൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മളും ഇങ്ങനെയാണ്. നമ്മളുടെയും ഏറ്റവും ബുദ്ധിമുട്ടുകളേറിയ സമയത്തും നമ്മൾ ഇതുപോലെ മുട്ടിന്മേൽ വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. യേശു പകുതി മനുഷ്യനായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഈ മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. ഓക്കെ, യേശുവിൻ്റെ ആ അനിശ്ചിതത്വത്തിൻ്റെ സമയത്ത് പോലും യേശു പ്രാർത്ഥനയാണ് യേശു തേടിയ അഭയം. ഓക്കെ, അതൊന്ന് ശമിക്കാൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഉത്കണ്ഠയും യേശുവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളും മാറാനായിട്ട് യേശു എന്താ ചെയ്തത്? പ്രാർത്ഥിച്ചു. മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. യേശു പകുതി മനുഷ്യനായിരുന്നു എന്നുള്ളതിന് തെളിവാണത്. 42ാമത്തെ വാക്യം പറയുന്നത് എന്താണ്? പ്രാർത്ഥിച്ച വാക്യമാണ് ആ പറയുന്നത്. പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഇത്. ആദ്യത്തെ പാർട്ട്, പിതാവേ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. യേശു പകുതി മനുഷ്യനും പകുതി ദൈവവുമാണ് അല്ലേ? യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. എങ്കിൽ പോലും യേശുവിൻ്റെ ഉള്ളിൽ ഇപ്പം കടന്നു പോകുന്നത് വലിയ മാനുഷികമായിട്ടുള്ളൊരു സംഘർഷമാണ്. കാരണം യേശു ആ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ നാളെ യേശുവിനെ കുരിശിൽ കയറ്റാൻ പോകുന്ന മല കാണാം.
യേശു അതെല്ലാം കണ്ടുകൊണ്ട് താൻ നാളെ അനുഭവിക്കാൻ പോകുന്ന വലിയ പീഡകൾ, ചമ്മട്ടിയടി, മറ്റുള്ളവരുടെ മുമ്പിലുള്ള നാണക്കേട്, ലാസ്റ്റ് കുരിശുമരണം, ഇതെല്ലാത്തിൻ്റെ വേദന യേശുവിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവാണ്. വലിയൊരു മാനുഷികമായ സംഘർഷം യേശുവിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവാണ്. യേശു പകുതി മനുഷ്യനായിരുന്നിട്ട് പോലും, യേശു ദൈവമായിരുന്നിട്ട് പോലും, ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ട് പോലും യേശുവിൻ്റെ ഉള്ളിലൂടെ ആ ഒരു മാനുഷിക സംഘർഷം കടന്നു പോയപ്പോൾ യേശു അറിയാണ്ട് പറഞ്ഞു പോവാണ്, അങ്ങേക്കിഷ്ടമെങ്കിൽ, ദൈവമേ അങ്ങേക്കിഷ്ടമെങ്കിൽ ഈ ഒരു പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. അപ്പം തന്നെ യേശു ദൈവികമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ യേശുവിൻ്റെ ആഗ്രഹം എന്താണ്? ഈ കുരിശ് മാറ്റണം, എന്നിൽ നിന്ന് പറ്റുമെങ്കിൽ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ കുരിശ് നീ മാറ്റിത്തരണം എന്ന് പറഞ്ഞ ആൾ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ സ്ഥിരീകരിക്കുകയാണല്ല, വേണ്ട, എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യേശു പകുതി ദൈവവും പകുതി മനുഷ്യനുമാണെന്ന്. ആദ്യത്തെ പോർഷനിൽ യേശു മാനുഷികമായിട്ട് ചിന്തിച്ചു അല്ലേ? രണ്ടാമത്തെ പോർഷനിൽ യേശു ഡിവൈനായിട്ട്, ദൈവികമായിട്ട് കാര്യങ്ങളെ കണ്ടു. ഓക്കെ, ഇനി 43-ാമത്തെ വാക്യം എന്തെന്നാ പറയുന്നത്? അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. കാരണം ആ മുട്ടുമേൽ വീണ് ഇത്ര ദയനീയമായിട്ട് പ്രാർത്ഥിക്കുന്നത്, ഇത്ര ഇമോഷണലായിട്ട് പ്രാർത്ഥിക്കുന്നത് ദൈവപുത്രനാണ്, മിശിഹായാണ്. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പിതാവായ ദൈവത്തോട്. തൻ്റെ പുത്രൻ ഇത്രമാത്രം വ്യസനിച്ച് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ പിതാവ് ശരിക്കും എന്താ ചെയ്യണ്ടേ? ഈ പാനപാത്രം മാറ്റിക്കൊടുക്കുക. പക്ഷെ പിതാവ് അതാണോ ചെയ്തത്? അല്ല, മറിച്ച് എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ട്? യേശുവിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതിലെല്ലാത്തിലൂടെയും കടന്നു പോകാനായിട്ട്, യേശുവിന് ആത്മധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവം അയച്ചതാ ദൂതനെ. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ പദ്ധതി അത് മനുഷ്യപുത്രനിലും നിറവേറും. മനുഷ്യപുത്രൻ പറഞ്ഞിട്ട് പോലും, ദൈവത്തിൻ്റെ മോൻ പറഞ്ഞിട്ട് പോലും ദൈവം അത് എന്താ ചെയ്യുന്നത്? അവനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു ദൂതനെ അയച്ചു എന്നല്ലാണ്ട് ആ സന്ദർഭം പാടെ മാറ്റിക്കളഞ്ഞോ? ഇല്ല, മറിച്ച് താൻ നേരത്തെ നിശ്ചയിച്ച കാര്യം നടത്തുന്നതിന് വേണ്ടിയിട്ട്, യേശുവിന് ആത്മധൈര്യം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു മാലാഖ, ഒരു ദൂതനെ പ്രത്യക്ഷപ്പെടുത്തി. സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ ദൈവം യേശുവിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുകയാണ്. ഈ ദൂതനാണ് പിന്നീട് യേശുവിന് ഇതെല്ലാം സഹിക്കാനായിട്ടുള്ള ഫിസിക്കലും അതേപോലെ തന്നെ സ്പിരിച്വലും ആയിട്ടുള്ള ബലം നൽകിയത്, ശക്തി നൽകിയത്. ഓക്കെ, 44-ാമത്തെ വാക്യത്തിൽ അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൂതനെ അയച്ചു, ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശുവിനെ മനസ്സിലായി, ഓക്കെ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്, ഞാൻ ഇതിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ, ഓക്കെ, ഞാൻ ഈ കുരിശുമരണം വരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ യേശു വളരെ തീവ്രമായിട്ട്, അത്രമാത്രം വൈകാരികമായിട്ടും അത്രമാത്രം ആത്മീയമായിട്ടുള്ള ദുരിതത്തിൽ നിൽക്കുമ്പോഴും യേശു തീവ്രമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം നല്ല രീതിയിൽ പൂർത്തിയാക്കാനായിട്ട് എനിക്ക് ശക്തി തരണേന്ന് ദൈവത്തോട് യേശു പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഒരു ഇമേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്യമുള്ളത്. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. യേശു അനുഭവിച്ച ആ ഒരു ഉജ്ജ്വലമായ ഉള്ളിലത്തെ സംഘർഷമില്ലേ, മാനസിക സംഘർഷം അല്ലെങ്കിൽ ആത്മീയ സംഘർഷം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. അത്രമാത്രം ഭീകരമായ അവസ്ഥയായിരുന്നു യേശുവിന് മനസ്സിലുണ്ടായിരുന്നത്. ഓക്കെ, യേശുവിൻ്റെ ഉള്ളിൽ യേശു നാളെ അനുഭവിക്കാൻ പോകുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് യേശു അത്രമാത്രം ആൻഷ്യസ് ആയിരുന്നു. അത്രമാത്രം മാനസികമായിട്ടുള്ള ഒരു ഏറ്റവും ഇമോഷണലി ഏറ്റവും താഴ്ന്നൊരവസ്ഥയിലായിരുന്നു യേശു. എത്രമാത്രം കഠിനമായിരുന്നു അതെന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് യേശുവിൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു എന്ന് പറയുന്നത്. ഇതിന് വേറൊരു സയൻറ്റിഫിക് വശമുണ്ട്. ഹെമാറ്റോഹൈഡ്രോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതൊരു റെയർ ആയിട്ടുള്ള അവസ്ഥയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് താങ്ങാൻ സാധിക്കുന്ന ഒരു പ്രഷർ അല്ലെങ്കിൽ സമ്മർദ്ദം, സ്ട്രെസ് എന്നൊക്കെ പറയില്ലേ, അതിനൊരു ലിമിറ്റുണ്ട്. ഈ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സുഷിരങ്ങളില്ലേ, നമ്മളുടെ വിയർപ്പ് വരുന്ന സ്വെറ്റ് പോട്സ്, അതിലൂടെ വിയർപ്പിന് പകരം രക്തം വരും. അതൊരവസ്ഥയാണ്, അതൊരു റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ചിലപ്പോൾ യേശുവിന് അന്ന് സംഭവിച്ചത് ഈ പറഞ്ഞ ഹെമാറ്റോഹൈഡ്രോസിസ് എന്ന് പറഞ്ഞ ഒരു റെയർ അവസ്ഥയായിരിക്കാം. പക്ഷെ നമ്മൾ അത് കാണുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു സംഘർഷത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ചിത്രമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത്. വിയർപ്പ് രക്തത്തുള്ളിയായി ഒഴുക്കി യേശു ഗെത്സമേനിൽ പ്രാർത്ഥിക്കുന്നത്.
ഓക്കെ. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. എന്താ പറഞ്ഞത്? ക്ഷീണം നിമിത്തം എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വ്യസനം നിമിത്തം, സങ്കടം നിമിത്തം. ചിലപ്പോൾ യേശു അനുഭവിക്കാൻ പോകുന്ന ആ പീഡകളും കുരിശുമരണത്തെയും ഒക്കെ ചിലപ്പോൾ ഇവർ മനസ്സിലാക്കി അതിനെക്കുറിച്ച് വ്യസനിച്ചായിരിക്കാം അവർ ഉറങ്ങിപ്പോയിട്ടുണ്ടാവണം. നമുക്കറിയാം, നമ്മൾ ഫിസിക്കലി ടയേർഡായാൽ മാത്രമല്ല നമ്മൾ ഉറങ്ങിപ്പോകുന്നത്, നമ്മൾ ഇമോഷണലി ഒരുപാട് കരഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും അല്ലേ? ഇമോഷണലി നമ്മൾ ടയേർഡായി കഴിഞ്ഞാലും, ഇമോഷണലി നമ്മൾ വീക്കായി കഴിഞ്ഞാലും, വൈകാരികമായിട്ട് നമുക്ക് എന്ത് സംഭവിച്ചാലും അടുത്ത സ്റ്റെപ്പ് നമ്മൾ വേഗം ഉറങ്ങിപ്പോവും. ചിലപ്പോൾ അതായിരിക്കാം ഈ ശിഷ്യന്മാർക്കും സംഭവിച്ചിട്ടുണ്ടാവുന്നത്. വ്യസനം നിമിത്തം അവർ തളർന്ന് ഉറങ്ങുന്നതാണ് യേശു കണ്ടത്. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായിട്ട്, നിങ്ങൾ ആത്മീയമായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള സ്ട്രെങ്ത് കിട്ടുള്ളൂ, പരീക്ഷകളെയൊക്കെ അതിജീവിക്കാനായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ശക്തി ലഭിക്കുകയുള്ളൂ. 8ാമത്തെ ഹെഡിങ് ആണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. 47 മുതൽ 53 വരെയുള്ള വാക്യങ്ങളാണ്. 47ാമത്തെ വാക്യം, അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് യേശു പറയാണ് പരീക്ഷകളിൽ ഉൾപ്പെടാതിരിക്കാനായിട്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. യേശുവിൻ്റെ അടുത്തേക്ക് വലിയൊരു ജനക്കൂട്ടം ഇങ്ങനെ അടുത്ത് വരുന്നത് യേശു കണ്ടു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുൻപിൽ നടന്നിരുന്നത്. യേശുവിൻ്റെ ഹൃദയത്തെ തകർക്കുന്നൊരു കാഴ്ചയാണ് യേശു കണ്ടത്. ഈവൻ യേശു അത് എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമാണെങ്കിൽ പോലും അത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ യേശു അനുഭവിച്ചിട്ടുണ്ടാവുന്ന ആ ഒരു മനോവിഷമം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. 12 പേരിൽ താൻ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാരാണ് അവർ അല്ലേ? ആ 12 പേരിൽ ഒരുവനായിട്ടുള്ള യൂദാസാണ് ഈ ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ നടന്നു വരുന്നത്. യേശുവിനെ ചുംബിക്കാൻ അവൻ മുൻപോട്ട് വന്നു. അപ്പോൾ യേശുവിനെ ചുംബിക്കാൻ അവൻ മുൻപോട്ട് വന്നു എന്നതിന് അർത്ഥം എന്താണ്? ഈ ചുംബനം എന്ന് പറയുന്നതും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു പദ്ധതിയില്ലേ, ആ പദ്ധതിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രീ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു അടയാളമാണ് ഈ ചുംബനം എന്ന് പറയുന്നത്. കാരണം ഈ ചുംബനത്തിലൂടെയാണ് യേശു തൻ്റെ സഹനത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ചുംബനം കഴിഞ്ഞ ഉടനെയാണ് യേശുവിനെ അവർ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ ചുംബനം ഒരു പ്രീ അറേഞ്ച്ഡ് സിഗ്നലായിരുന്നു, ഒരു അടയാളമായിരുന്നു. ഓക്കെ, യേശുവിനെ ചുംബിക്കാൻ വേണ്ടിയിട്ട് ഈ 12 പേരിൽ ഒരുവനായിട്ടുള്ള യൂദാസാണ് ആ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ നടന്നു വരുന്നത്. 48ാമത്തെ വാക്യം, യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? യേശു ആദ്യം ചോദിക്കുന്നത് എന്താ? യൂദാസേ. നമ്മൾ ഒരു 2 ഫ്രണ്ട്സ് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുക എന്നിരിക്കട്ടെ. ആ സമയത്ത് നമ്മൾ സാധാരണ ഫ്രണ്ട്സ് എങ്ങനെയാണ് വിളിക്കുന്നത്? ഡാ, നീ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. നമ്മൾ പരസ്പരം ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അറിയാതെ നമ്മൾ പേര് വിളിക്കും. എപ്പോഴാണ്? ആ ആള് നമ്മളോട് ചെയ്ത ആ ഒരു ക്രൂരതയുടെ കാഠിന്യം ഓർത്തിട്ടാണ് നമ്മൾ ആ പേര് വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും? കാഷ്വൽ ആയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഒരാളുടെ പേര് വിളിക്കുന്നത് എപ്പോഴും അയാൾ നമ്മളോട് ചെയ്ത കാര്യത്തിൻ്റെ ആ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കൊണ്ടിട്ടാണ്, ആ ഒരു കാഠിന്യം കൊണ്ടിട്ടായിരിക്കും നമ്മൾ പേര് വിളിക്കുന്നത്. അത് തന്നെയാണ് യേശുവും ഇവിടെ ചെയ്തത്. യൂദാസേ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? യേശു തന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്? മനുഷ്യപുത്രൻ, ദൈവത്തിൻ്റെ പുത്രനാണ് യേശു, മിശിഹായാണ് യേശു. ഓക്കെ, ചുംബനം കൊണ്ടോ നീ. അപ്പം എന്താണ് ചുംബനം എന്ന് പറയുന്നത്? നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണോ? അല്ല. നമ്മൾ മറ്റുള്ളവരെ അഭിവാദനം ചെയ്യാനും മറ്റുള്ളവരോടുള്ള വാത്സല്യം കാണിക്കാനും അടുപ്പം കാണിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു അടയാളമാണ് ചുംബനം എന്ന് പറയുന്നത്. ഈ യൂദാസ് എന്താ ചെയ്തത്? ഈ യൂദാസ് വളരെ എന്താ പറയുക, നിസ്സാരമായിട്ടാണ് അത്രയും വലിയ സ്നേഹത്തിൻ്റെ അത്രയും വലിയൊരു ആംഗ്യത്തെ, ചുംബനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ആംഗ്യമാണ്, സ്നേഹത്തിൻ്റെ അത്രയും വലിയൊരു ആംഗ്യത്തെ ദുരുപയോഗം ചെയ്തത്. യേശുവിന് എത്രമാത്രം അഗാധമായും വേദനാജനകമായും അനുഭവപ്പെട്ടൊരു കാര്യമായിരിക്കും അത്. അത്രമാത്രം യേശു സ്നേഹിച്ച ശിഷ്യനായിരുന്നു. എന്നിട്ടും ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നോ എന്ന് യേശുവിന് ചോദിക്കേണ്ടി വന്നു യൂദാസിനോട്. 49ാമത്തെ വാക്യം, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ, കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ ഇതാണ് യേശു വാളെടുക്കാനെന്ന് പറഞ്ഞേ എന്ന് തോന്നി മിസ്അണ്ടർസ്റ്റുഡ് ചെയ്ത് തെറ്റിദ്ധരിച്ച് യേശുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ വാളെടുത്ത് ഇവരെ വെട്ടട്ടെ എന്ന് ചോദിക്കുകയാണ്.
ഓക്കെ, ഇത് ചോദിക്കലും 50-ാമത്തെ വാക്യത്തിൽ അവരിലൊരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലത്ത് ചെവി ഛേദിച്ചു. ആരായിരിക്കും എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. തിടുക്കക്കാരൻ ആരാണ്? പത്രോസ്ലീഹയാണ്. പത്രോസ് അവരിലൊരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലത് ചെവി ഛേദിച്ചു കളഞ്ഞു. അപ്പം പത്രോസ്ലീഹ യേശുവിൻ്റെ ഉത്തരവൊന്നും കേൾക്കാൻ നിന്നില്ല. തിടുക്കക്കാരനാണ്. ഉടനെ തന്നെ വാളെടുത്ത് പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടിയിട്ട് അവൻ്റെ വലത് ചെവി അങ്ങോട്ട് ഛേദിച്ചങ്ങോട്ട് കളഞ്ഞു. 51-ാമത്തെ വാക്യത്തിൽ യേശു പറയാണ്, നിർത്തൂ. അനന്തരം യേശു അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. 2 കാര്യങ്ങളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്ന്, യേശു ഒരിക്കലും വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. പത്രോസ്ലീഹ ചെയ്ത ആ കാര്യം യേശുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. യേശു അത് നിർത്തൂ എന്ന് പറയാണ്. വെരി നെക്സ്റ്റിൽ യേശു എന്താ ചെയ്തത്? ആ തെറ്റ് ചെയ്യാൻ തൻ്റെ മുന്നിൽ നിന്ന ആളുടെ ചെവിയാണ് പത്രോസ്ലീഹ വെട്ടിയത്. ആ വ്യക്തിയോട് യേശു ക്ഷമിക്കുകയാണ്, ക്ഷമിച്ച് അവനെ സുഖപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് യേശുവിൻ്റെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഒന്ന്, യേശു വയലൻസ് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പത്രോസ്ലീഹയെ താക്കീത് ചെയ്യുന്നുണ്ട്, നിർത്തൂ എന്ന് പറയുന്നുണ്ട്. ഇനി ചെവി ഛേദിക്കപ്പെട്ട ആ സേവകനെ എന്താ ചെയ്യുന്നത്? അവനോട് ക്ഷമിച്ച് അവന് സുഖം പ്രാപിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സുഖപ്പെടുത്തി വിടുന്നുണ്ട് അവനെ. ഓക്കെ, ഇനി 52-ാമത്തെ വാക്യം നോക്കാം. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു. 3 കൂട്ടരാണ് ഓർഡറിൽ പഠിച്ചു വെക്കുക. പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. ഈ 3 കൂട്ടരോടായിട്ട് യേശു പറയാണ്, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? എന്താ പറയുന്നേ? കവർച്ചക്കാർക്കെതിരെ, കുറ്റവാളിക്കെതിരെ, കലാപക്കാർക്കെതിരെ, ഭീഷണിക്കാരനെതിരെ വന്നിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാൻ നിങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഒരാളല്ല. ഞാനൊരു കലാപക്കാരനല്ല. ഞാനൊരു ലംഘകനല്ല. ഞാനൊരു കവർച്ചക്കാരനല്ല. എങ്കിലും അവരെ എന്ന പോലെ എൻ്റെ അടുത്ത് നിങ്ങൾ വന്നിരിക്കുവാണ്. അങ്ങനത്തെ ഒരാളെ പിടിക്കാൻ എന്ന പോലെയാണ് വാളും വടിയുമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് എന്ന് യേശു അവരോട് പറയാണ്. പുരോഹിത പ്രമുഖന്മാർ, ദേവാലയ സേനാധിപന്മാർ, ജനപ്രമാണികൾ. ഓക്കെ, വീണ്ടും 53-ാമത്തെ വാക്യത്തിൽ ഈശോ പറയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇത്. ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിൻ്റെ ആധിപത്യവും. 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ദൈവികമായിട്ടുള്ള കാര്യം. 2, സാത്താൻ്റെ പരമായിട്ടുള്ള കാര്യം, ഈവിൾനെസ്. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. യേശു ദൈവീകനായിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലേ? യേശു പഠിപ്പിച്ചത് പകൽ സമയങ്ങളിലാണ്. ഇരുട്ടിൻ്റെ മറവിലല്ല യേശു പഠിപ്പിച്ചത്, പകലാണ് യേശു പഠിപ്പിച്ചത്. അതും സീക്രട്ടായിട്ടല്ല, പബ്ലിക്കായിട്ട് ദേവാലയത്തിൽ ആർക്കും കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് യേശു പഠിപ്പിച്ചത്. എന്നാൽ ഇവർ യേശുവിനെ കുറിച്ച് ഗൂഢാലോചന നടത്തി അത് എക്സിക്യൂട്ട് ചെയ്യാൻ വന്നത് എപ്പോഴാണ്? രാത്രിയാണ്. ഓക്കെ, ആൻഡ് ഇവരുടെ ഈ ഒരു ഗൂഢാലോചന ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല, സീക്രട്ടായിരുന്നു. അപ്പോൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ പകൽ വെളിച്ചത്തിലും പബ്ലിക്കുമായിട്ട് നടക്കും. ഈവിൾ പരമായിട്ടുള്ള കാര്യങ്ങൾ, പിശാചിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ രാത്രിയുടെ മറവിലും അന്ധകാരത്തിൻ്റെ ശക്തികളിലും അതേപോലെ സീക്രട്ടായിട്ടുമായിരിക്കും നടക്കുന്നത് എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു വാക്യം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, രാത്രി. അത് നിങ്ങളുടെ സമയമാണ്. രാത്രിയാണ് ഈവിളിൻ്റെ ടൈം. ഓക്കെ, ഡാർക്ക്നെസ് ആണ് ഈവിളിൻ്റെ ടൈം, പിശാചിൻ്റെ സമയം, അന്ധകാരത്തിൻ്റെ ആധിപത്യവും. ഈ അന്ധകാരത്തിൻ്റെ ആധിപത്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? പിശാചിൻ്റെയും പിശാചിൻ്റെ ആളുകളുടെയും ആധിപത്യം. അപ്പം പിശാചിൻ്റെ ആളുകൾ ഇവിടെ ആരാണ്? യൂദാസും യൂദാസിൻ്റെ ചുറ്റിനും നിൽക്കുന്ന മറ്റ് പ്രധാന പുരോഹിതന്മാരും സേനാധിപതികളും ജനപ്രമാണികളും ഒക്കെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, 9-ാമത്തെ ഹെഡിങ് ആണ് പത്രോസ് തള്ളി പറയുന്നു. 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ അവനെ പിടിച്ച് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ യേശുവിനെ ജനക്കൂട്ടം വന്നു അറസ്റ്റ് ചെയ്തു. എന്നിട്ട് പ്രധാന ആചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. രാത്രി തന്നെ കൊണ്ടുപോവാണ്. അപ്പോൾ രാത്രി കൊണ്ടുപോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം, അതൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു വിചാരണയല്ല. ഔദ്യോഗികമായിട്ടുള്ള
ഒക്കെ പകൽ സമയത്തായിരിക്കും നടക്കുക. അപ്പോൾ ഇത് ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഇവർ പ്രധാന ആചാര്യനായിട്ടുള്ള അന്നാസിൻ്റെ പക്കലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് യേശുവിനെ. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. അപ്പോൾ പത്രോസ് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല, പക്ഷേ ദൂരെ മാറി യേശുവിനെ അനുഗമിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? മറ്റുള്ളവർ പത്രോസിനെ മനസ്സിലാക്കരുത്, താൻ യേശുവിൻ്റെ കൂടെയുള്ള ആളാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കരുത്, ഒരു അറ്റൻഷൻ, മറ്റുള്ളവരിൽ നിന്നൊരു അറ്റൻഷൻ തനിക്ക് കിട്ടരുത്, എന്നാൽ യേശുവിൻ്റെ കൂടെ തനിക്ക് എല്ലാ സമയത്തും ഉണ്ടാവണം. ഈ ഒരു ചിന്തയിൽ പത്രോസ് ഒരകലം പാലിച്ച് യേശുവിൻ്റെ കൂടെ പോവാണ്, അനുഗമിക്കുകയാണ്. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നപ്പോൾ പത്രോസും അവരോട് കൂടെ ഇരുന്നു. അപ്പോൾ തനിക്കിനി മറ്റുള്ളവർ തന്നെ ഇനി നോട്ടം ഇടരുത് എന്നുള്ളൊരു ചിന്തയിൽ സ്വാഭാവികമായിട്ടിരിക്കാമെന്ന് വിചാരിച്ച് അവിടെയുള്ള ആളുകൾ ചെയ്തതുപോലെ ആ നടുമുറ്റത്ത്, ആ വീടിൻ്റെ കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്തായിട്ട് തീ കൂട്ടി കുറേ ആൾക്കാർ ചൂട് ഏറ്റിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം മറ്റുള്ളവർ തന്നെ അറ്റൻഷൻ മാറി നിന്നാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് അവരുടെ കൂട്ടത്തിലെ ഒരാളെ പോലെ ഒന്ന് അഭിനയിക്കാൻ തുടങ്ങി, അവരുടെ അടുത്ത് വന്ന് ഇരിക്കാൻ തുടങ്ങി, തീ കായാൻ തുടങ്ങി. അതാണ് 55-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 56-ൽ പറയുന്നത്, അവൻ തീ കരികെ ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക, ആ കൊട്ടാരത്തിലെ പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടെയായിരുന്നു. ഒരു പരിചാരികയാണ് ആദ്യമായിട്ട് പത്രോസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇവനും അവനോടുകൂടെ, യേശുവിനോടുകൂടെ ആയിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച്, സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് എന്താ ചെയ്തത്? സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് ഉത്തരം കൊടുത്തു പത്രോസ്. അല്പം കഴിഞ്ഞ് വേറൊരുവൻ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. രണ്ടാം പ്രാവശ്യവും നിഷേധിച്ചു. അപ്പോൾ ആദ്യം നിഷേധിച്ചത് 56-ൽ ചോദ്യം ചോദിച്ചു പരിചാരിക, 57-ൽ സ്ത്രീയെ, ഞാൻ അവനെ അറിയുകയില്ല എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ചോദ്യവും ഉത്തരവും 58-ാമത്തെ വാക്യത്തിൽ തന്നെയാണ്. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. 59-ൽ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യൻ അവനോട് കൂടെയായിരുന്നു, ഇവനും ഗലീലിക്കാരനാണല്ലോ. അപ്പോൾ എന്തെന്നാണ് പറഞ്ഞത്? ഈ മനുഷ്യനും അവനോട് കൂടെ ആയിരുന്നു, ഇവനും ഗലീലിക്കാരനാണല്ലോ. ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഈ ഒരു ഐഡൻറ്റിറ്റി ആ വ്യക്തി പത്രോസിനോട് പറഞ്ഞത്. ഗലീലിക്കാരനായിരിക്കാം എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ടാകാം. ഓക്കെ, പത്രോസ് അതിന് ഉത്തരം പറയുന്നത് എന്താണ്? മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. അപ്പം 3 പ്രാവശ്യം നിഷേധിച്ചു പറഞ്ഞു. എങ്ങനെയൊക്കെയാണ്? 56-ൽ ആദ്യത്തെ ചോദ്യം, 57-ൽ ആദ്യത്തെ നിഷേധിച്ചു, ആദ്യമായിട്ട് നിഷേധിച്ചു യേശുവിനെ. 58-ൽ ചോദ്യവും ഉത്തരവുമുണ്ട്. 59-ൽ വീണ്ടും ചോദ്യം. 60-ൽ 3-ാം പ്രാവശ്യം പത്രോസ് നിഷേധിക്കുകയാണ് യേശുവിനെ. ഈ 60-ാമത്തെ വാക്യത്തിൽ തന്നെയാണ് പറയുന്നത് കോഴി കൂവി എന്നുള്ളത്. കോഴി കൂവിക്കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ കോഴി കൂവുന്ന സൗണ്ട് കേട്ട് യേശു പത്രോസിനൊരു നോട്ടം നോക്കുന്നുണ്ട്. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. എത്രമാത്രം വേദനാജനകമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും അത് പത്രോസിനും അതോടൊപ്പം തന്നെ യേശുവിനും. ആ ഒരു നോട്ടത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആ ഒരു നോട്ടം യേശു മനഃപൂർവ്വം നോക്കിയതാണ്, ഡെലിബറേറ്റ് ആയിട്ട് യേശു നോക്കിയ നോട്ടമാണ്. പക്ഷെ ആ നോട്ടത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. ആ സമയം യേശുവും പത്രോസും കടന്നുപോയ ഇമോഷൻസിൻ്റെ ആ ഒരു തീവ്രത നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും അല്ലേ? ആ ഒരു നോട്ടത്തിൻ്റെ ആ ഒരു നോട്ടം ഹൃദയം തുളയ്ക്കുന്ന നോട്ടമായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഹൃദയത്തിന് സൗഖ്യം നൽകുന്നൊരു നോട്ടം കൂടിയായിരുന്നു. കാരണം പത്രോസ് ലീഹ തെറ്റ് ചെയ്തു. പത്രോസ് ലീഹ വളരെ ബോൾഡായിട്ട് നിന്ന് പ്രഖ്യാപിച്ചായിരുന്നു, എന്ത് വന്നാലും നിന്നെ ഞാൻ തള്ളിപ്പറയില്ല എന്ന്. ആ പത്രോസ് ലീഹ എന്ത് പറ്റിയിരിക്കുകയാണിപ്പോൾ? തൻ്റെ വിശ്വാസത്തിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണിപ്പോൾ. 3 പ്രാവശ്യമാണ് തൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ് നിൽക്കുന്നത്. ആ നിൽക്കുന്ന പത്രോസ് ലീഹയെ യേശു നോക്കുമ്പോൾ അത് ഹൃദയം തുളയ്ക്കുന്ന ഒരു നോട്ടമായിരുന്നു പത്രോസ് ലീഹയ്ക്ക്. ഓക്കെ, ഈ നോട്ടം പത്രോസ് ലീഹയുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് പിന്നെ മാറുന്നുണ്ട്. യേശുവിലേക്ക് കൂടുതൽ വിധേയത്വം സ്ഥാപിക്കാനും യേശുവിലേക്ക് കൂടുതൽ അടുക്കാനും യേശുവിലുള്ള വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്താനും പത്രോസ് ലീഹയ്ക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എത്രമാത്രം പരാജയപ്പെട്ടാലും എത്രമാത്രം മാനുഷികമായിട്ടുള്ള ഫെയിലിയറിൽ നമ്മളായിരുന്നാലും ദൈവത്തിൻ്റെ നോട്ടം നമ്മളിലുണ്ടാകും. ആ നോട്ടത്തിന് അർത്ഥം എന്താണ്?
ദൈവത്തിൻ്റെ സ്നേഹം നമ്മോടൊപ്പമുണ്ട്, ദൈവത്തിൻ്റെ കരുണ നമ്മോടൊപ്പമുണ്ട്, ദൈവത്തിൻ്റെ കരുതൽ നമ്മോടൊപ്പമുണ്ട്. യേശു ചിലപ്പോൾ ആ വിചാരണയുടെ ഇടയിൽ ഈ കോഴി കൂവുന്നത് പോലും കേൾക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം ആ നിന്നിട്ടുണ്ടാവുന്നത്. എങ്കിൽ പോലും ആ കോഴി കൂവിയപ്പോൾ പത്രോസ്ലീഹയെ നോക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഹ്യൂമൻ ഫെയിലിയറിൻ്റെ സമയങ്ങളിൽ യേശു നമ്മൾ ഇതുപോലെ നോക്കുന്നുണ്ട്. ഹൃദയം തുളയ്ക്കുന്ന നോട്ടമാണെങ്കിൽ പോലും പിന്നീട് നമുക്കത് ഹൃദയ സൗഖ്യം നൽകുന്നതായിട്ട് മാറുന്നുണ്ട്. പത്രോസ്ലീഹയ്ക്ക് ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയതുപോലെ നമുക്കും ലൈഫിൽ ടേണിംഗ് പോയിന്റ് തരാനായിട്ട് യേശു ഇങ്ങനെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ, 62 വാക്യത്തിൽ പറയാണ്, അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. താൻ ചെയ്ത ആ തെറ്റ്, തൻ്റെ ഗുരുവിനെയാണ് താൻ തള്ളി പറഞ്ഞിരിക്കുന്നത്. ആ തെറ്റ് താൻ തൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ചെയ്യുമെന്ന്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളും ഉണ്ട്. അത് ചിലപ്പോൾ പേടി കൊണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ ഉത്കണ്ഠ കൊണ്ടിട്ടായിരിക്കാം, ചിലപ്പോൾ സമ്മർദ്ദം കൊണ്ടിട്ടായിരിക്കാം താനത് ചെയ്തു പോയി എന്നോർത്ത് മനം നൊന്ത് പത്രോസ്ലീഹ കരയുകയാണ്. പത്രോസ്ലീഹ അതിലൂടെ തൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്ത് കഴിഞ്ഞു. മനം നൊന്ത് പശ്ചാത്തപിക്കുന്ന പാപം മോചിപ്പിക്കപ്പെട്ടു അവൻ്റെ. ഓക്കെ, ഇതാണ് 62 വാക്യം. 10 ഹെഡിങ് ആണ് യേശുവിനെ പരിഹസിക്കുന്നു. 3 വാക്യങ്ങളാണ് ഈ ഹെഡിങ്ങിലുള്ളത്, 63, 64, 65. 63, യേശുവിനെ കാവൽ നിന്നിരുന്നവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അപ്പോൾ യേശുവിന് ഇനി രാവിലെയാണ് ഒഫീഷ്യലായിട്ടുള്ള വിചാരണ നടത്താൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അതുവരെയും യേശു ഇപ്പോൾ തടങ്കലിലാണ്. യേശുവിന് കാവൽ നിൽക്കുകയാണ്. റോമൻ പട്ടാളക്കാർ യേശുവിന് കാവൽ നിൽക്കുകയാണ്. അപ്പോൾ ആ പട്ടാളക്കാർ യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. 64 വാക്യത്തിൽ പറയാണ്, അവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ആ ഒരു പരിഹാസത്തിൻ്റെ ആ ഒരു ക്രുവലിറ്റി കാണിക്കുകയാണ്. എത്രമാത്രം പൈശാചികമായിട്ടാണ് അവർ യേശുവിനോട് അന്ന് പ്രവർത്തിച്ചത്, യേശുവിനെ പരിഹസിച്ചത് എന്ന് കാണിക്കുകയാണ്. എങ്ങനെയാണ്? യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടിയിട്ട് യേശുവിനെ അടിക്കും. എന്നിട്ട് യേശുവിനോട് പറയും, നീ വലിയ പ്രവാചകനല്ലേ, ജെറുസലേമിൻ്റെ പതനത്തെക്കുറിച്ചൊക്കെ നീ പറഞ്ഞു, വലിയ പ്രവചനങ്ങളൊക്കെ നീ നടത്തി, അങ്ങനെയാണെങ്കിൽ നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക. അത്രമാത്രം ക്രൂവലായിട്ടാണ് ഈ പട്ടാളക്കാർ യേശുവിനോട് പെരുമാറിയത്. 65 വാക്യത്തിൽ അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. യേശുവിനെതിരെ എന്തെങ്കിലും ഒരു കുറ്റം അവർക്ക് ചുമത്തണം. അപ്പോൾ അവനെതിരെ എത്ര ഒഫെൻസീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ ഈ പട്ടാളക്കാർ യേശുവിനെതിരെ പറയാൻ തുടങ്ങി. ഓക്കെ, പക്ഷെ ഇവിടെ എങ്ങും യേശു പ്രതികരിച്ചതായിട്ടോ യേശു ശബ്ദിച്ചതായിട്ടോ പറയുന്നില്ല. ഇതെല്ലാം യേശു സൈലൻ്റായിട്ട് സഹിക്കുകയായിരുന്നു. ഓക്കെ, ഇനി 22 അധ്യായത്തിലെ ഏറ്റവും ലാസ്റ്റും 11 ഹെഡിങ് ആണ് ന്യായാധിപ സംഘത്തിൻ്റെ മുൻപാകെ. 66 മുതൽ 71 വരെയുള്ള വാക്യങ്ങളാണ് ഈ ഒരു ഹെഡിങ്ങിന് കീഴിലുള്ളത്. പ്രഭാതമായപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭാതത്തിലാണ് ഞാൻ പറഞ്ഞതുപോലെ ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഔദ്യോഗികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിചാരണകളും ഒക്കെ നടക്കുന്നത് മോർണിംഗ് ടൈമിലാണ്. ഓക്കെ, ഡേ ടൈമിലാണ്. അങ്ങനെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. ഒരു കൗൺസിൽ അവർ കൂടുകയാണ്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. ഇവരെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ യേശുവിനെ അറസ്റ്റ് ചെയ്തത് മുതൽ വിചാരണ നടത്തി പീഡിപ്പിച്ച് ചമ്മട്ടിയടികൾ കൊടുത്ത് യേശുവിനെ ലാസ്റ്റ് ക്രൂശിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിരിക്കുന്ന കൂട്ടരാണ് ഈ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. ഇവരാണ് യേശുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ നിയമപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിരത്തണം. അതിന് വേണ്ടിയിട്ട് കുറേ കള്ളക്കഥകൾ കെട്ടിച്ചമച്ചതൊക്കെ ആരാണ്? ഈ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും കൂടിയിട്ടാണ്. അതാണ് ഇവർ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ ഒരു കൗൺസിൽ സമ്മേളിക്കുകയാണ് അവർ. എന്നിട്ട് യേശുവിനെ ഈ സംഘത്തിലേക്ക് അവർ കൊണ്ടുവരികയാണ്. വിചാരണയ്ക്ക് വേണ്ടിയിട്ട് യേശുവിനെ ഈ സംഘത്തിലേക്ക് അവർ കൊണ്ടുവന്നു. എന്നിട്ട് യേശുവിനോട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നീ ക്രിസ്തു ആണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. എന്താ പറയുന്നത്? നീ ക്രിസ്തു ആണെങ്കിൽ, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ, നീ മിശിഹായാണെങ്കിൽ അത് നീ ഞങ്ങളോട് പറയുക എന്ന് യേശുവിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചോദ്യം ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറയാണ്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഇതിന് ഉത്തരം, അതെ ഞാനാണ് ക്രിസ്തു, ഞാനാണ് മിശിഹ എന്ന് പറഞ്ഞാൽ ദൈവദൂഷണം പറഞ്ഞു എന്നുള്ള പേരിൽ ഒരു ലീഗൽ ഇത് കിട്ടി, അവർക്ക് ഒരു നിയമപരമായിട്ടുള്ള ഒരു തെറ്റ് കിട്ടിയെങ്കിൽ ഡയറക്റ്റ് ഇവർക്ക് പീലാത്തോസിൻ്റെ അടുത്തേക്ക് പോകാം.
ഓക്കെ, ഡെത്ത് വാറൻറ്റ് തരിക, ഇവനെ ക്രൂശിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന് പറയാം. പക്ഷേ യേശു ആ ട്രാപ്പിൽ വീണില്ല. യേശു എന്താ തിരിച്ചുത്തരം കൊടുത്തത്? ഞാനിനി സത്യം പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് യേശു ഉത്തരം നൽകിയത്. എന്നിട്ട് പറയാണ്, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരുകയുമില്ല. കാരണം നിങ്ങളത് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇനി എന്ത് ഉത്തരം നൽകിയാലും, ഞാൻ ചോദിച്ചാലും നിങ്ങളതിനെ അംഗീകരിക്കാൻ റെഡിയല്ല. നിങ്ങൾ ഓൾറെഡി അത് എന്താ പറയുക, മുൻകൂട്ടി വിചാരിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവൻ എന്ത് പറഞ്ഞാലും അത് എന്താ പറയുക, റെഫ്യൂസ് ചെയ്യുന്നുള്ള ഒരു ഇത് നിങ്ങൾ മുൻധാരണയിൽ നിങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ ഇനി എത്രമാത്രം എവിഡൻസുകൾ നിരത്തിയാലും നിങ്ങൾ അതിന് എനിക്ക് ഉത്തരം തരാൻ പോകുന്നില്ല എന്നാണ് യേശു അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കുകയുമില്ല, ഞാൻ ചോദിച്ചാലും നിങ്ങൾ എനിക്ക് തിരിച്ച് ഉത്തരം തരികയില്ല. നിങ്ങൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാര്യം, അതേ നിങ്ങൾ ചെയ്യുള്ളൂ എന്ന രീതിയിൽ യേശു പറയാണ്. 69 വാക്യത്തിൽ യേശു പറയാണ്, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും. അപ്പോൾ യേശു തന്നെ മനുഷ്യപുത്രൻ എന്നാണ് പറയുന്നത്, മിശിഹ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലേ? ദൈവത്തിൻ്റെ പുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രൻ എന്താ ചെയ്യുന്നത്? ദൈവശക്തിയുടെ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വലതുവശത്തിരിക്കും. ഈ വലതുവശത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ അധികാരവും ഏറ്റവും വലിയ പദവിയുമുള്ളവരാണ് ഈ വലതുവശത്തിരിക്കുക എന്ന് പറയുന്നത്. അതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു വിജയം എന്ന് പറയുന്നത്. ഓക്കെ, യേശു അതിലേക്ക് എത്തിയിരിക്കുകയാണ്. മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലതുവശത്തിരിക്കും എന്നുള്ള വലിയൊരു പ്രഖ്യാപനം യേശു ആ വലിയൊരു ജനപ്രമാണികളുടെ കൗൺസിലിൽ കൊടുക്കുകയാണ് 69 വാക്യത്തിൽ. 70 വാക്യത്തിൽ അവരെല്ലാവരും കൂടി ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ കൺഫേം ചെയ്, നീ ദൈവപുത്രനാണോ? അപ്പോൾ ആണെന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വേഗം പീലാത്തോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാമല്ലോ. ദൈവപുത്രനാണോ എന്ന് ചോദിച്ചപ്പോൾ യേശു അവരോട് തിരിച്ചുത്തരം പറയാണ്, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാനാണെന്ന്. ഇതൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റൈലാണ്. അന്നത്തെ കാലത്ത് ഈ റബ്ബിമാരില്ലേ, ടീച്ചേഴ്സ്, ഈ യഹൂദ നിയമങ്ങളൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന റബ്ബിമാർ ഉത്തരം പറയുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. അവർ ഡയറക്റ്റായിട്ട് യെസ് എന്നോ നോ എന്നോ ഉത്തരം പറയില്ല. അവരെങ്ങനെയായിരിക്കും ഉത്തരം പറയുന്നത്? ശരിയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന്, തെറ്റാണെങ്കിൽ അതേ രീതിയിൽ അവർ സ്റ്റേറ്റ്മെൻറ്റ് പറയും. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ഉത്തരം കൊടുക്കുക, അല്ലാതെ യെസ് എന്നും നോ എന്നും ഉത്തരം കൊടുക്കില്ല. അപ്പോൾ യേശു അത്രമാത്രം അറിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കുകയാണ്. പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു ഭാഗം കൂടിയാണ്, നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ റബ്ബിമാർ നൽകുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലാണ് യേശു അവർക്ക് ഉത്തരം കൊടുത്തത്. 71 വാക്യത്തിൽ പറയാണ്, അവർ പറഞ്ഞു, ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അപ്പോൾ ഇതിനർത്ഥം എന്താണ്? യേശു ദൈവപുത്രനാണെന്നാണ് പറയുന്നത്. ദൈവപുത്രനാണെന്ന് യേശു പറഞ്ഞാൽ അത് ദൈവദൂഷണമായിട്ടാണ് നിയമജ്ഞർ കണക്കാക്കുന്നത്. ഓക്കെ, അവൻ്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ട് കഴിഞ്ഞു. അവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു അവൻ ദൈവപുത്രനാണെന്ന്. ഇനി നമുക്ക് വേറെ ഒരു എവിഡൻസും വേണ്ട. അവൻ ദൈവദൂഷണം പറയാണ്. ഇവരെ നേരെ നമുക്ക് പീലാത്തോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. പീലാത്തോസാണ് അവിടുത്തെ ഗവർണർ. അപ്പോൾ പീലാത്തോസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ആ ഒരു കൗൺസിലിൽ നിന്ന് പറയുകയാണ്. ഇതാണ് നമ്മുടെ 22 അധ്യായം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം വീഡിയോസ് ലൈക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസായിട്ട് അറിയിക്കുകയും വേണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.